നാടിയത്തിന്റെ ബെർസാൽമാന്റെ നാമത്തിൽ അമേൻ. സ്നേഹിതാവായ ഈശോയെ, ഇന്ന് ഞങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ കർത്താവെ അത് ഗ്രഹിക്കാനുള്ള ജ്ഞാനം നിങ്ങളുടെ സ്രോതത്തിൽ നിന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, വലിയൊരു തുറവി ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ കൂടെ ആയിരിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. അമേൻ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് അബോർഷന്റെ ഒരു ബേസിക്സ് കേൾക്കുന്നതാണ്. പിന്നെ 15-ാം തീയതി ഡോക്ടർ ഫിൻഡോ, ഡോക്ടറിന്റെ ആളൊരു ഗൈനക്കോളജിസ്റ്റ് ആണ്. അപ്പോൾ ഡോക്ടറിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസുകൾ കൂടി അബോർഷനെ പറ്റി ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് അബോർഷനെ പറ്റിയും പിന്നെ ഓവർ പോപ്പുലേഷനെ പറ്റിയും ആണ് കേൾക്കുന്നത്. ഇത് നമ്മുടെ ഒരു ക്രൈസ്തവ ജീവിതത്തിൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കുകളാണ്. കാരണം ഒന്ന്, ജീനസിസ് നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരി പേർക്ക് ചോദ്യങ്ങളുള്ള ഒരു മേഖലയാണ്. 2, നമുക്ക് വിവാഹത്തെ പറ്റിയും കുഞ്ഞുങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തയിൽ വരുന്നത് കൂടിയാണ്. അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക്, കത്തോലിക്കർ എന്ന നിലയ്ക്ക് നമ്മൾ ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് കൂടുതലും ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാനിവിടെ ആരെയും കണ്ടം ചെയ്യാൻ വേണ്ടി വന്ന ഒരാളല്ല. നമ്മൾ പൊതുവെ പ്രോലൈഫിനെ പറ്റി സംസാരിക്കുമ്പോൾ, അബോർഷനെ പറ്റി സംസാരിക്കുമ്പോൾ കുറച്ചു പേർക്കെങ്കിലും ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇപ്പോ നമുക്ക് ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കർത്താവായ യേശുവിന്റെ കരുണ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു വെക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അത് തന്നെയാണ് സിസ്റ്റർ ഫൗസ്റ്റീന, വിശുദ്ധയായ ഫൗസ്റ്റീന വഴി കർത്താവ് ലോകത്തെ അറിയിച്ചത്. കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ സ്നേഹവും കരുണയും, ഐ എം ലവ് ആൻഡ് മെർസി ഇറ്റ് സെൽഫ്. ഒരു ആത്മാവ് പോലും എന്റെ അടുത്തേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടരുത്. അപ്പോ ആ ഒരു കരുണയുടെ തലത്തിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം സംസാരിക്കുന്നത്. സത്യവും സ്നേഹവും ഒരുമിച്ച് വരുമ്പോഴാണ് ക്രിസ്തീയ ലൈഫ് സ്റ്റൈൽ, ജീവിതാനുഭവത്തിലേക്ക് നമ്മൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ ഇന്നത്തെ ഒരു സെഷൻ ആരെയും കണ്ടം ചെയ്യാനോ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. പക്ഷെ നമ്മൾ സത്യം അറിയുകയും അത് നമ്മളെ സ്വാതന്ത്ര്യരാക്കുകയും വേണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോ ആ ഒരു ചിന്താഗതിയോടുകൂടി, ആ ഒരു തുറവിയോടുകൂടി വേണം നമ്മൾ ഈ ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യാൻ. ഓക്കെ. നമ്മുടെ സെഷൻ തുടങ്ങുന്നത് ആദിയിൽ നിന്നാണ്. അവിടെ നിന്നാണ് തന്നെയാണല്ലോ ബൈബിളും തുടങ്ങുന്നത്. ആദിയിൽ ദൈവം അരുളി ചെയ്തു, ലെറ്റ് us മേക്ക് മാൻ ഇൻ അവർ ഇമേജ്. മാൻ എന്ന് പറയുമ്പോൾ സ്ത്രീയും പുരുഷനും, മാൻ ആൻഡ് വുമൺ, ആഫ്റ്റർ ലൈക്ക്നെസ്. തന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ദൈവം ഓരോ മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോ ഒരുപക്ഷെ അത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഡിഗ്നിറ്റിയുടെയും വേർത്തിന്റെയും നമ്മുടെ പ്രഷ്യസ്നെസിന്റെ ഒക്കെ ഒരു ആധാരമായിട്ടുള്ളത്. നമ്മളെല്ലാവരും തുല്യരാണ്. എല്ലാവർക്കും തുല്യമായ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് കർത്താവിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുന്നത് എന്ന് പറയുന്നത്, നമ്മൾ എല്ലാവരും എങ്ങനെ ഈ ലോകത്തിലേക്ക് വന്നു. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു വീഡിയോ. നമ്മുടെ ഇന്നത്തെ ഒരു അബോർഷനെ പറ്റി സംസാരിക്കുന്നതിന് മുൻപ് നമ്മൾ എന്താണ് പ്രഗ്നൻസി, എങ്ങനെയാണ് ഒരു കുഞ്ഞ് ഉരുവാകുന്നത്, അമ്മയുടെ ഉദരത്തിൽ അമ്മ മാത്രമാണോ അതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ അപ്പന്റെ റോൾ എന്താണ്. അപ്പോൾ ആ ഒരു ലൈഫ് സൈക്കിൾ ഡെവലപ്മെന്റ് ഓഫ് എ ബേബിയാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. നമ്മളൊരു വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ കുറച്ച് ഡിലേ ഉണ്ടാവും. ഈ ഒരു വീഡിയോ നമുക്ക് യൂട്യൂബിൽ എളുപ്പത്തിൽ കിട്ടാവുന്നതാണ്. ബേബി ഒലീവിയ ലൈവ് ആക്ഷൻ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു വീഡിയോ ആണ്. This is Olivia. Though she has yet to greet the outside world, she has already completed an amazing journey. This is the moment that life begins. A new human being has come into existence. At fertilization, her gender, ethnicity, hair color, eye color, and countless traits are determined. She begins to implant in the uterus about 1 week after fertilization. Her cells organize into what we call an embryo. At 3 weeks and 1 day, just 22 days after fertilization, Olivia's heartbeat can be detected. The buds of her arms and legs appear by 4 weeks.
She begins to move between 5 and 6 weeks with both spontaneous and reflexive movements. At 6 weeks from fertilization, her brain activity can be recorded and bone formation begins. She can bring her hands together at 7.5 weeks, and separate fingers and toes emerge. She can also begin to hiccup. At the beginning of the 9th week, Olivia will have grown from a single cell into nearly 1 billion cells, and she is now called a fetus. She will suck her thumb and swallow, grasp an object, touch her face, sigh, and stretch. At 11 weeks, she is playing in the womb, moving her body and exploring her environment. Her taste bud cells have matured by week 12 but are still scattered throughout her mouth. Her mother will first sense Olivia's movements between 14 and 18 weeks, an event called quickening. Beginning at 18 weeks, ultrasounds show speaking movements in her voice box. Around 20 weeks, with a lot of help, babies have survived outside the womb. At 27 weeks, her eyes are responding to light. She can recognize her parents' voices and will even recognize lullabies and stories. Olivia has gone on an amazing journey during these last 9 months. She will soon signal to her mother that it is time for delivery and greet the outside world. നമ്മൾ കണ്ടതുപോലെ ഒരു കോംപ്ലക്സ് ആയ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മളെല്ലാവരും ഈ ലോകത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് തന്നെയാണ് സങ്കീർത്തകൻ പറയുന്നത്. ഭൂമിയുടെ ആഴങ്ങളിൽ വെച്ച് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ നിന്നെ ഉരുവാക്കി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് കർത്താവ് നമ്മളെല്ലാവരെയും ഒരുക്കിയിരിക്കുന്നത്. അടുത്തൊരു കാര്യം നമുക്ക് ചിന്തിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് നമ്മൾ അബോർഷനെ പറ്റി സംസാരിക്കണം? അതായത് ചിലപ്പോഴൊക്കെ ആളുകൾ ചിന്തിക്കും, നമ്മള് ഇതൊരു ഇത്ര വലിയ കാര്യമുള്ള കാര്യമാണോ, അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ ഇന്ന് നിങ്ങൾ 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യുവാണ് ഇതിനു വേണ്ടി ചിന്തിക്കാനായിട്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ അബോർഷനെ പറ്റി സംസാരിക്കേണ്ടത്? കുറച്ച് മനുഷ്യരെങ്കിലും ഇന്നത്തെ ലോകത്ത് വിശ്വസിക്കുന്നത് മനുഷ്യരാശി ഫേസ് ചെയ്യുന്ന പല പ്രോബ്ലങ്ങളുടെയും സൊല്യൂഷൻ അബോർഷൻ ആണെന്നാണ്. ഇതൊരു ഡെവലപ്മെന്റൽ എക്കണോമിക്സ് പെർസ്പെക്റ്റീവിൽ പോലും നമ്മൾ അക്കാഡമിക്കലി ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ആക്സസ് ടു അബോർഷൻ ഒരു ഡെവലപ്മെന്റൽ ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവർക്കും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ പറ്റി അറിയാൻ പറ്റുമല്ലോ. അപ്പോ അബോർഷൻ ഇസ് ബീങ് പ്രൊപ്പഗേറ്റഡ് ആസ് എ സൊല്യൂഷൻ ടു ദ പ്രോബ്ലംസ് ഓഫ് ഹ്യൂമാനിറ്റി. ഇതിന്റെ ഒരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുകയും ഇതിനെപ്പറ്റി കർത്താവ് എന്താണ് ചിന്തിക്കുന്നത് എന്ന് അറിയുകയും ചെയ്യേണ്ടത് നമ്മൾ സത്യം അറിയുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഈ അബോർഷനെ പറ്റി സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്ര അബോർഷനുകൾ നടക്കുന്നുണ്ട് ലോകത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ നേരെ കണക്കുകളിലേക്ക് പോവുകയാണ്. അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം, കണക്കുകൾ പ്രകാരം 7.3 കോടി അബോർഷനുകൾ ഒരു കൊല്ലം നടക്കുന്നുണ്ട് ലോകത്തിൽ. അതായത് നമ്മളെല്ലാവരും കേരളത്തിൽ നിന്നാണല്ലോ. കേരളത്തിൽ ഏകദേശം 3.5 കോടി ആളുകളാണുള്ളത്. അപ്പോൾ ഏകദേശം കേരളത്തിന്റെ 2 ഇരട്ടി ആളുകളെയാണ് നമ്മൾ ലോകത്തെമ്പാടും അബോർഷനിലൂടെ മരിച്ചു പോകുന്നത്. ഇനി ഈ കുഞ്ഞുങ്ങൾ 7.3 കോടി അബോർഷനുകൾ എന്ന് പറയുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി 7.3 കോടി അഫക്റ്റഡ് ആയിട്ടുള്ള അമ്മമാരും അപ്പന്മാരും കൂടിയാണ്. ചില കേസുകളിൽ അപ്പന്മാർ ഓടിക്കളയും, അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറും. അങ്ങനത്തെ കേസുകൾ നമുക്ക് ഒത്തിരി ഉണ്ട്. പക്ഷെ എന്നാലും അവിടെ അമ്മമാരും അഫക്റ്റഡ് ആവുന്നുണ്ട്, അമ്മമാരും അഫക്റ്റഡ് ആവുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏകദേശം 1.56 കോടി അബോർഷനുകളാണ് ഒരു കൊല്ലം നടക്കുന്നത്. ഇത് കണക്കാക്കിയിരിക്കുന്നത് 2015 നടന്ന ഒരു റിസർച്ച് സ്റ്റഡിയിൽ നിന്നാണ്. ഇത് അതിന്റെ റിസർച്ച് പേപ്പറിന്റെ ഒരു അബ്സ്ട്രാക്ട് ആണ്. അപ്പൊ അതില് അവർ കണക്കാക്കുന്നത് 1.56 കോടി അബോർഷനുകൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്ന പോപ്പുലേഷൻ സയന്റിസ്റ്റുകളാണ്. അതുപോലെ ഈ ഒരു റിസർച്ച് സ്റ്റഡി പബ്ലിഷ്ഡ് ആയിരിക്കുന്നത് ദ ലാൻസെറ്റ് എന്ന് പറയുന്ന ഗ്ലോബൽ ഹെൽത്ത് ജേർണലിലാണ്. അത്രയധികം തീവ്രമായ ഒരുപക്ഷെ ചില ആളുകൾ, പ്രൊലൈഫിലൊക്കെ ഉള്ള ചില ആളുകൾ അബോർഷൻ ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഹ്യൂമൻ റൈറ്റ്സ് അബ്യൂസ് എന്ന് പോലും പറയുന്നത്. കാരണം ഇത്രയധികം മനുഷ്യർ മരിച്ചു പോകുന്ന വേറൊരു സിംഗിൾ മോസ്റ്റ് കോൺട്രിബ്യൂട്ടർ ഓഫ് ഡെത്ത് ഇല്ല ലോകത്ത്.
നമ്മള് അബോർഷനെ പറ്റിയും പ്രഗ്നൻസിയെ പറ്റിയും നമ്മളിപ്പോ ഒരു വീഡിയോയിൽ കണ്ടു. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മള് അബോർഷനെ പറ്റി ചിന്തിക്കുമ്പോൾ ചോദിക്കേണ്ടതാണ്, ജീവൻ എപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെ വെൻ ഡസ് ലൈഫ് ബിഗിൻ? നമ്മളിവിടെ ജീവൻ എന്ന് പറയുമ്പോ ജസ്റ്റ് എന്തു ജീവനും അല്ല, എപ്പോ ഒരു മനുഷ്യ ജീവൻ ആരംഭിക്കുന്നു. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാല് നമ്മളെല്ലാവരും, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഡിസ്റ്റിങ്ക്ട് യുണീക്ക് ഹ്യൂമൻ ബീയിങ്, ഇൻഡിവിജ്വൽ ആയിട്ട്, അതായത് അമ്മയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതുപോലെ തന്നെ യുണീക്ക് ആയിട്ടുള്ള ഒരു മനുഷ്യജീവൻ എപ്പോ ആരംഭിക്കുന്നു എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും ഈ പൊതുവെ അബോർഷൻ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത് അതിനൊരു ഉത്തരവില്ല എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. പക്ഷേ നമ്മൾ സയൻസിലേക്ക് നോക്കുമ്പോൾ അതിന് വളരെ കൃത്യമായിട്ടൊരു ഉത്തരവുണ്ട്. ഞാനിപ്പോ കാണിക്കുന്നത് ഒരു 2018 യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിൽ നടന്നൊരു റിസർച്ച് സ്റ്റഡിയാണ്. അതായത് ഇതിൽ 2 ഫേസ് ഉണ്ടായിരുന്നു ഈ സ്റ്റഡിയിൽ. ആദ്യം ഈ റിസർച്ചർ 5000-ഓളം ആളുകളോട്, ഒരു 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 കൂട്ടം ആളുകളോട് ഈ എന്താണ് വെൻ ഡസ് ലൈഫ് ബിഗിൻ എന്നുള്ളൊരു ചോദ്യം ആരാണ് കറക്റ്റ് ആയിട്ട് ഉത്തരം പറയാൻ കഴിവുള്ളവർ, അല്ലെങ്കിൽ സയന്റിഫിക്കലി കമ്പിറ്റന്റ് ആയിട്ടുള്ള ആളുകൾ, അതായത് എന്ന് ചോദിച്ചു. അപ്പോ സാധാരണ ആളുകൾ അവരുത്തരം പറഞ്ഞു ബയോളജിസ്റ്റുകളാണ് ഈ ഒരു ചോദ്യത്തിന് കറക്റ്റ് ആയിട്ട് ഉത്തരം പറയേണ്ടത്. അങ്ങനെയാണല്ലോ നമ്മൾ ഒരു സയന്റിഫിക് ചോദ്യം ചോദിക്കുമ്പോൾ ആ സയൻസ് പ്രാക്ടീസ് ചെയ്യുന്നവർ, അതിൽ PhD ഉള്ളവർ, അതിൽ ഗവേഷണം നടത്തുന്നവരാണല്ലോ ആധികാരികമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കേണ്ടത്. അപ്പോൾ അതായിരുന്നു ഫേസ് 1 റിസൾട്ട്. അതായത് ബയോളജിസ്റ്റുകളാണ് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയേണ്ടത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഫേസ് 2 ഈ റിസർച്ച് പേപ്പർ എഴുതിയ, ഈ റിസർച്ച് കണ്ടക്ട് ചെയ്ത ആള് ഏകദേശം 5502 ബയോളജിസ്റ്റുകളോട് മെയിൽ വഴിയും അല്ലാതെയും കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചു എപ്പോഴാണ് ജീവൻ ആരംഭിക്കുന്നത്, അതായത് ഒരു ഇൻഡിവിജ്വൽ ഡിസ്റ്റിങ്ക്ട് ഹ്യൂമൻ ബീയിങ് എപ്പോഴാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതിൽ കണ്ടത് ഇങ്ങനെയാണ്: 95% ബയോളജിസ്റ്റുകളും അഫേം ചെയ്തത്, അതായത് ശരിയായി പറഞ്ഞത്, ഹ്യൂമൻ ലൈഫ് ബിഗിൻസ് അറ്റ് ഫെർട്ടിലൈസേഷൻ, അല്ലെങ്കിൽ കൺസെപ്ഷൻ. നമ്മൾ ആ വീഡിയോയിൽ കണ്ടതുപോലെ ഒരു പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും ഒരുമിച്ച് വരുമ്പോൾ, സ്പേം എഗ് ഒരുമിച്ച് വരുമ്പോൾ ഒരു ഡിസ്റ്റിങ്ക്ട് ഇൻഡിവിജ്വൽ ആൻഡ് യുണീക്ക് ഹ്യൂമൻ ബീയിങ് ഉണ്ടാകുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അബോർഷനെ പറ്റി മനസ്സിലാക്കുന്നതിന് മുന്നേ ഉള്ളൊരു കോണ്ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ യൂഷ്വലി പറയാം. ഇനി പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മൾ പ്രോ അബോർഷനായിട്ടുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അത് ചില ആളുകൾ അബോർഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. നമ്മൾ എന്തിന്റെ ധാർമ്മികതയെ പറ്റി സംസാരം ഉണ്ടാകുമ്പോഴും അതെന്താണ്, അതിലെന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ അബോർഷനെ പറ്റി സംസാരിക്കുമ്പോൾ ബ്രോഡായിട്ട് നമുക്ക് 3 തരത്തിലുള്ള അബോർഷനാണ്, 2 തരത്തിലുള്ള അബോർഷനാണ് ഉള്ളത്. അപ്പൊ അതില് ഏറ്റവും ആദ്യവും, അതുപോലെ തന്നെ ഈ നമ്മൾ പ്രഗ്നൻസി, അതായത് 9 മാസത്തെ പ്രഗ്നൻസിയെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ. 3 മാസം ഉൾക്കൊള്ളുന്ന ഓരോ ട്രൈമസ്റ്ററുകൾ. അപ്പൊ ഇതിൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ അബോർഷൻ ചെയ്യാൻ വേണ്ടി ടെക്നീക്കിനെയാണ് നമ്മൾ അബോർഷൻ പില്ല് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെഡിക്കൽ അബോർഷൻ. ഈ മെഡിക്കൽ അബോർഷനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ, ഈ മരുന്ന് ഓവർ ദ കൗണ്ടർ അവൈലബിൾ ആണ്. അതായത് ഒരു ഡോക്ടറിന്റെയോ ഒരു ഗൈനക്കിന്റെയോ ഇല്ലാണ്ട് ആർക്ക് വേണമെങ്കിലും ഇത് മേടിക്കാം. അപ്പോ യാതൊരുവിധ സോണോഗ്രഫി, അതായത് ഈ പ്രഗ്നന്റ് ആണെന്ന് നമുക്ക് നമ്മുടെ യൂറിൻ ടെസ്റ്റ് വഴി മനസ്സിലാവും. പക്ഷെ കുഞ്ഞ് എവിടെയാണ് ഇംപ്ലാന്റ് ആയിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെന്നോ അറിയാണ്ട് പ്രഗ്നന്റ് ആയി എന്ന് വിചാരിച്ച്, പ്രഗ്നന്റ് ആണ് പക്ഷെ കോംപ്ലിക്കേഷൻ എന്താണെന്ന് നമ്മൾ സ്കാൻ ചെയ്താലേ അറിയത്തുള്ളൂ. അപ്പോൾ അതറിയാണ്ട് ഈ പില്ലെടുത്ത് അപകടത്തിൽപ്പെടുന്ന സ്ത്രീകൾ ഒത്തിരി പേരുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ. പുറത്തുള്ള പല രാജ്യങ്ങളിലും ഇത് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മെഡിസിൻ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോ അങ്ങനെ ഒരു ഇത് ഇന്ത്യയിൽ ഇല്ല. അബോർഷൻ പില്ലിൽ സംഭവിക്കുന്നത് പ്രധാനമായിട്ട് 2 പില്ലുകളുണ്ട്, 2 ടാബ്ലറ്റുകളുണ്ട് ഈ ഒരു മെത്തേഡിൽ. ആദ്യത്തെ ടാബ്ലറ്റ് സ്ത്രീ എടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി ഏകദേശം 9 ആഴ്ചക്ക് താഴെ വലിപ്പമുള്ള കുഞ്ഞാണ്. അതായത് 9 ആഴ്ച വരെയാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെത്തേഡ് വർക്കാവില്ല. അപ്പോൾ ആദ്യത്തെ ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ യൂട്രസിലേക്കുള്ള ന്യൂട്രിയൻ സപ്ലൈ കട്ടാവും. പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ആണ് ഈ ന്യൂട്രിയൻ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ പ്രൊജസ്ട്രോൺ കട്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൊച്ച് സഫക്കേറ്റ് ചെയ്ത് മരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വായുസഞ്ചാരം ഇല്ലാത്ത ഒരു റൂമിൽ പെട്ട്
ഒരു 3-4 ദിവസത്തോളം കിടന്ന് മരിക്കുന്ന ഒരവസ്ഥ. ഏകദേശം അതുപോലത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ആ കുഞ്ഞ് ആ സമയത്ത് കടന്നു പോകുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം 24 ടു 48 മണിക്കൂർ ഗ്യാപ്പിൽ രണ്ടാമത്തെ പില്ല് എടുക്കും. രണ്ടാമത്തെ പില്ല് കഴിക്കുമ്പോൾ ഉണ്ടാവുന്നത് നമ്മുടെ ഈ സ്ത്രീകളുടെ യൂട്രസ് ഒത്തിരി സെൻസിറ്റീവ് ആവും. അതോടൊപ്പം സിവിയർ ആയിട്ടുള്ള മസിൽ ക്രാംസ് ഉണ്ടാവും. അതായത് മസ്കുലർ കൺട്രാക്ഷൻ. അതായത് ഈ യൂട്രസില് ബേസിക്കലി യൂട്രസിന്റെ ഉള്ളിലുള്ള കണ്ടന്റ് കുഞ്ഞും അതുപോലെ തന്നെ ഈ ലാമി ബാക്കിയുള്ള നമ്മളൊരു സാധാരണ പീരിയഡ്സിൽ ഉണ്ടാവുന്നതിന്റെ ഒരു 10 ഇരട്ടി അല്ലെങ്കിൽ 5 ഇരട്ടി ശേഷിയോട് കൂടിയാണ് ഇത് പുറത്തു വരുന്നത്. ഇതിൽ നമുക്ക് പല സ്റ്റാറ്റിസ്റ്റിക്കുകളിലും പറയുന്നത് ഏകദേശം ഈ ടാബ്ലറ്റ് എടുക്കുന്ന 100 സ്ത്രീകളിലെ 8 സ്ത്രീകൾക്കെങ്കിലും ഐസിയുയിൽ പോകേണ്ട ആവശ്യം വരും. ചില സ്റ്റഡീസ് പറയുന്നത് ഒരു സ്ത്രീയെങ്കിലും മരിക്കാൻ ചാൻസ് ഉണ്ട്. അത്രയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു മെഡിക്കൽ അബോർഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 80%, അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകൾ 2015 റിസർച്ച് പേപ്പറിൽ അവർ കണക്കാക്കിയത് ഇന്ത്യയിൽ 80% അബോർഷനുകൾ, അതായത് ഏകദേശം 1.3 കോടി അബോർഷനുകൾ ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ ഇതിലൂടെ എത്ര സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ഒരുപക്ഷെ ഊഹിക്കാൻ പറ്റാവുന്നതാണ്. രണ്ടാമത്തെ ഒരു ടൈപ്പ് അബോർഷനാണ് നമ്മൾ സർജിക്കൽ അബോർഷൻ എന്ന് പറയുന്നത്. ഞാൻ ഈ നിമിഷത്തിൽ ഒരു ബേബി മോഡൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പലപ്പോഴും ഈ ഉദരത്തിന്റെ ഉള്ളിൽ, യൂട്രസിന്റെ ഉള്ളിൽ നടക്കുന്നതിന്റെ ഒരു ക്ലാരിറ്റി നമുക്ക് ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും ആളുകൾ അബോർഷൻ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു മെത്തേഡ് ഓഫ് അബോർഷൻ 12 ആഴ്ച വരെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഒരു ബേബി മോഡൽ കാണുന്നുണ്ടോ? ഇത് ഏകദേശം എൻ്റെ ഒരു ചൂണ്ടുവിരലിന്റെ ഒരു 1/4 സൈസ് വരും. ഇതാണ് ഒരു 12 ആഴ്ച പ്രായമുള്ള ബേബിയുടെ 1-to-1 സൈസാണ് ഈ കാണുന്നത്. ഇതേ വലിപ്പം, ഇതേ വെയിറ്റ്, ഇതേ ഹൈറ്റ്, ഇതേ ഡെവലപ്മെന്റ്. അതായത് നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കുഞ്ഞിനെ പോലെ തന്നെ ഇരിപ്പുണ്ട്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. ഞാൻ പലപ്പോഴും ഈ ഒരു ബേബി മോഡലായിട്ട് ഔട്ട്റീച്ചിന് പോകാറുണ്ട്. ജസ്റ്റ് റാൻഡം ആയിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു ലാൽബാഗ് എന്ന് പറഞ്ഞൊരു ഗാർഡൻ ഉണ്ട്. അവിടെ പോയിട്ട് പാർക്കുണ്ട്. അവിടെ പോയിട്ട് റാൻഡം ആയിട്ട് ഒരാളോട് കൺസെന്റ് ചോദിച്ചിട്ട് ഒരു 5 മിനിറ്റ് സംസാരിക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഇത് ചോദിക്കും. ഈ കൊച്ചിനെ ഈ കൊച്ചു അമ്മയുടെ ഉദരത്തിലാണെങ്കിൽ എത്ര പ്രായം ഉണ്ടാവും? എനിക്ക് 6 മാസം 8 മാസം എന്നൊക്കെ വരെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഈ ഒരു പ്രോസസ്സിനെ പറ്റി യാതൊരു ധാരണയില്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഉദരത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷേ അബോർഷനെ പറ്റിയുള്ള നമ്മുടെ ചിന്താഗതികൾ ഒത്തിരി മാറും എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ രണ്ടാമത്തെ ടൈപ്പ് അബോർഷനിൽ അപ്പൊ ഈ കുഞ്ഞിനെ ഞാൻ കാണിച്ചല്ലോ, ഈ 12 ആഴ്ച വരെ, അതായത് 3 മാസം വരെ ബോൺ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ അവിടെയാണ് ഈ സർജിക്കൽ അബോർഷൻ ചെയ്യുന്നത്. അതിൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സക്ഷൻ അബോർഷൻ ആണ്. അതായത് ഈ നമ്മള് ഒരു വാക്വം ക്ലീനർ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കാറുണ്ടല്ലോ, ഒരു മിനി വേർഷൻ ഓഫ് വാക്വം ക്ലീനർ നമ്മുടെ ഉദരത്തിലേക്ക് കയറ്റി കൊച്ചിനെ അടർത്തി എടുക്കുക. അപ്പോൾ ഈ 10 ആഴ്ച വരെ ബോൺ ഡെവലപ്മെന്റ് ഉണ്ടാവാത്തത് കൊണ്ട് കൊച്ചു ആ ഒരു ഫോഴ്സിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അടർന്നടർന്ന് പോരും. അപ്പോ അതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ഒരു സക്ഷൻ ട്യൂബ് വെച്ചിട്ട് ബോഡി പാർട്സ് ഇങ്ങനെ സക്ക് ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് അവർ യൂഷ്വലി ചെയ്യുന്ന ഒരു കാര്യമാണ്, അതായത് ഇപ്പൊ കാണുന്ന ഇൻസ്ട്രുമെന്റിനെ ക്യൂററ്റ് എന്നാണ് വിളിക്കുന്നത്. ഈ ക്യൂററ്റ് വെച്ചുകൊണ്ട് ഈ യൂട്രൈൻ പ്രതലം അവർ വടിച്ചെടുക്കും, സ്ക്രേപ്പ് ചെയ്തെടുക്കും. അത് മാത്രം മതി യൂട്രസിന് സീരിയസ് കംപ്ലൈൻസ് ഉണ്ടാവാൻ. ഇതുവർ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബോഡി പാർട്ട്, കൊച്ചിന്റെ ബോഡി പാർട്ട് അമ്മയുടെ ഉദരത്തിൽ അവശേഷിച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ഇൻഫെക്ഷന് കാരണമാവും. യൂട്രസ് എടുത്ത് മാറ്റേണ്ട അവസ്ഥകൾ വരാറുണ്ട്. അത് പ്രോപ്പറായിട്ട് മെഡിക്കൽ കെയർ കിട്ടിയില്ലെങ്കിൽ മരിച്ചു വരെ പോകുന്ന അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്. ഒരു ഫസ്റ്റ് സെമിസ്റ്റർ, അതായത് ഞാൻ നേരത്തെ കാണിച്ച കുഞ്ഞിന്റെ ഇടതുവശത്ത് കാണുന്നത് മിസ്കാരിഡ് ആയിട്ടുള്ള ഒരു ബേബിയാണ്, വലതുവശത്ത് കാണുന്നത് സക്ഷൻ അബോർഷനിലൂടെ ഉണ്ടായ ബേബിയാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും പല ആളുകൾക്കും അബോർഷന്റെ ഫോട്ടോസ് കാണിക്കുമ്പോൾ ഒത്തിരി വിഷമം ഉണ്ടാവുന്ന അവസ്ഥകൾ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ ഒരു ഫോട്ടോയാണ് നമ്മൾ ഇതിലൂടെ നമ്മൾ കാണിക്കുന്നത്. അപ്പൊ അത് ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിന് വേദന ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളതല്ല. ഒരുപക്ഷെ ഇതിന്റെ ഒരു സത്യം മനസ്സിലാകാത്ത ഒരാൾക്ക് സത്യത്തിലേക്ക് ഉള്ള ഒരു വഴി ആയിരിക്കാം ഇത്തരത്തിലുള്ള ഫോട്ടോസ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രോലൈഫേഴ്സ് എന്നുള്ള നിലയ്ക്ക് എല്ലാവരെയും കൊണ്ട് ഫോട്ടോ കാണിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മളുടെ സംസാരങ്ങളിൽ നമുക്ക് ഫോട്ടോസ് എഫക്റ്റീവ്ലി ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ നേരത്തെ പറയണമെന്ന് വിചാരിച്ചു പിന്നെ വിട്ടുപോയൊരു കാര്യം, അതായത് നമ്മൾ ഈ അബോർഷനെ പറ്റി സംസാരിക്കുമ്പോൾ, പ്രഗ്നൻസിയെ പറ്റി സംസാരിക്കുമ്പോൾ ഇവിടെ അബോർഷനും മിസ്കാരേജും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം.
അതായത് അബോർഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഇന്റൻഷണൽ, അതായത് അവിടുത്തെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ആ കുഞ്ഞിനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ കൊല്ലുക എന്നുള്ളതാണ്. മിസ്കാരേജിൽ പക്ഷെ സംഭവിക്കുന്നത് പല കാരണങ്ങളാൽ, പല ശാരീരികമായിട്ടുള്ള കാരണങ്ങളാൽ ആ കുഞ്ഞ് സർവൈവ് ചെയ്യാണ്ട് തനിയെ ഒരുപക്ഷെ കുഞ്ഞ് ഉദരത്തിൽ വെച്ച് മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ കുഞ്ഞ് മരിച്ച് ഡിസ്പെൽ ആവുന്നു, അതായത് യൂട്രസിൽ നിന്ന് പുറത്തു വരുന്നു. ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ മിസ്കാരേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു പലർക്കും മിസ്കാരേജ് എന്നുള്ള ടേം അറിയാത്തത് കൊണ്ട് ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്, അബോർഷനായി പോയി എന്ന് കേട്ടിട്ടുണ്ട്. ചിലർ പറയുന്നത് അത് ആക്ച്വലി മിസ്കാരേജ് ആണ്. പക്ഷെ നമ്മളപ്പോ ഇതിന്റെ പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇന്റൻഷൻ ആണ്. മിസ്കാരേജിൽ ഒരിക്കലും നമ്മൾ ഇന്റൻഷനലി ഒന്നും ചെയ്യുന്നില്ല, വളരെ നാച്ചുറലി സംഭവിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന അവസ്ഥകളുണ്ട്. അപ്പൊ അതിൽ തന്നെ പാപമല്ല. പക്ഷെ നമ്മൾ ഇന്റൻഷനലി ഒരു കൊച്ചിനെ കൊല്ലാൻ തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അവിടെയാണ് ഇത് അധാർമികമാവുന്നതും പാപമാവുന്നതും. അപ്പോ ഇനി 13 ആഴ്ച തൊട്ട് ഈ ബോൺ ഡെവലപ്മെന്റ് സംഭവിക്കും. അപ്പോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സക്ഷൻ യൂസ് ചെയ്ത് അബോർഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെയാണ് ഇവര് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, അതിന്റെ ഒരു കറക്റ്റ് ഫോട്ടോ ഇല്ല, അതായത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ച് ഉള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപകരണമായിട്ടുള്ള ഒരു ഫോർസെപ്സ് എന്ന് പറയും. അതായത് ഇതൊരു ഗ്രാസ്പിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് ഈ നമ്മൾ എന്റെ കൈ കാണുന്നുണ്ടല്ലോ, ഈ ഇത് ഒരു ബോഡി പാർട്ടിനെ പോയി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാല് അത് പിന്നെ വിടത്തില്ല. ഗ്രാസ്പിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇതവര് യൂട്രസിന്റെ ഉള്ളിലേക്ക് കടത്തിയിട്ട് കാലുകൾ രണ്ടും വലിച്ച് എടുക്കുന്നു, കൈകൾ വലിച്ചെടുക്കുന്നു. സ്കള്ള്, അതായത് തലയോട്ടി ഈ ഒരു വജൈനൽ ഗ്യാപ്പിലൂടെ പോരാത്തത് കൊണ്ട് സ്കള്ള് ക്രഷ് ചെയ്ത് നമ്മൾ നേരത്തെ കണ്ട ക്യൂററ്റ് വഴി വടിച്ചെടുക്കുന്നു. ഇങ്ങനെയാണ് ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ അബോർഷൻ നടക്കുന്നത്. ഇന്ത്യയിൽ ഈ അബോർഷൻസ് നടക്കാറുണ്ട്. കാരണം ഇന്ത്യയിൽ 24 ആഴ്ച വരെ അബോർഷൻ ലീഗലാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഹൈക്കോടതിയിൽ റിറ്റ് പെറ്റീഷൻ കൊടുത്ത് അബോർഷൻ ചെയ്യുന്നവരുമുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ അതിലും ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ഈ 24 ആഴ്ച വരെ, അതായത് ഏകദേശം എൻ്റെ ഈ ഒരു കൈപ്പത്തിയുടെ വലിപ്പത്തിൽ കൂടുതൽ ഉണ്ടാകും 24 ആഴ്ച, അതായത് 6 മാസം എന്ന് പറയുന്നത്. അപ്പോ ഇത് ഇന്ത്യയിൽ നടക്കുന്നതാണ്. സെക്കൻഡ് ട്രൈമസ്റ്റർ അബോർഷൻ ഈ 18 ആഴ്ച കഴിഞ്ഞുള്ള ഒരു അബോർട്ടഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞിന്റെ ഫോട്ടോസ് ആണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് അബോർഷൻ എന്ന് പറയുന്നത് ലേറ്റ് ടേം അബോർഷൻ ആണ്. ഇത് ഇന്ത്യയിൽ നടക്കുന്നത് വളരെ കുറവാണ്. കാരണം ഈ ഒരു ടൈമിൽ സത്യം പറഞ്ഞാല് ഇന്ത്യയില് 27-28 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചു വയബിൾ ആണ്. അതായത് നമ്മൾ ഇന്നത്തെ ടെക്നോളജി വെച്ച് ഈ കൊച്ചിനെ സിസേറിയൻ ചെയ്ത് അല്ലെങ്കിൽ ലേബർ ഇൻഡ്യൂസ് ചെയ്ത് പുറത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് NICUവിൽ കൊച്ചിനെ പ്രവേശിപ്പിച്ച് കൊച്ചു സർവൈവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 24 ആഴ്ചയിൽ കൊല്ലേണ്ട കാര്യമില്ല. ശരിക്കും നമ്മൾ ലീഗലി നോക്കുവാണെങ്കിൽ ഇതൊരു വലിയൊരു ഒരു ചർച്ചാ വിഷയമാകേണ്ട കാര്യമാണ്. കാരണം 24 ആഴ്ച വരെ ലീഗലാണ്. 3 ആഴ്ച കൂടി വെയിറ്റ് ചെയ്താൽ കൊച്ചിന് പുറത്ത് സർവൈവ് ചെയ്യാം. അപ്പോൾ സുപ്രീം കോടതിയിൽ നമ്മൾ ഒരുപക്ഷെ ന്യൂസുകളിൽ കണ്ടിട്ടുണ്ടാവും, ഇതിനെപ്പറ്റി ചർച്ചകൾ നടക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം, അതായത് ഓഗസ്റ്റ് 10-ാം തീയതി തൃശ്ശൂർ മാർച്ച് ഫോർ ലൈഫ് നടന്നത് ഒരുപക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുമ്പോഴാണ് കൂടുതൽ ആളുകൾ ഇതിന്റെ ഒരു സത്യം മനസ്സിലാക്കി ഇത്തരത്തിലുള്ളൊരു വളരെ ക്രൂരകൃത്യം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, ലോകത്തെമ്പാടും നടക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയാലാണല്ലോ അതനുസരിച്ച് ഇത് നിർത്താനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ലേറ്റ് ടേം അബോർഷനിൽ സംഭവിക്കുന്നത് പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഡിജോക്സിൻ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇത് ഹാർട്ട് ഡിസീസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ അതിന്റെ കൂടുതൽ ഡോസേജിലുള്ള ഇത് കൊച്ചിന്റെ തലയിലേക്കോ അല്ലെങ്കിൽ ഹൃദയത്തിലേക്കോ നേരെ ഇൻജെക്ട് ചെയ്ത് കൊച്ചിന് ഹാർട്ട് അറ്റാക്ക് വരും. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് കൊച്ച് പെടഞ്ഞ് മരിച്ച് മരണം സ്ഥിരീകരിച്ചു കഴിയുമ്പോൾ കൊച്ചിനെ പാർഷ്യൽ, അതായത് ഈ ലേബർ ഇൻഡ്യൂസ് ചെയ്ത് പുറത്തെടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് തേർഡ് ട്രൈമസ്റ്റർ അബോർഷനുകൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ടൈം അധികം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോവുകയാണ്. നമുക്ക് കുറച്ച് ഒത്തിരി, അതായത് അബോർഷൻ എനിക്ക് തോന്നുന്നു കൂടുതൽ സെൻസിറ്റീവ് ആക്കുന്നത് നമ്മൾ ജെനുവിൻ ആണെന്ന് വിചാരിക്കുന്ന ചില ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഒരുപക്ഷെ ഉണ്ടാകാം. അപ്പൊ അവിടെയൊക്കെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ ഇതിൽ സംസാരിക്കുന്നത് കുറച്ചും കൂടി ഒരു കോൺസെപ്ഷ്യൽ ആയിട്ടാണ്. അതായത് നമുക്ക് ഇതിനെപ്പറ്റി അവയർനെസ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്.
നമ്മൾ ഇതിന്റെ ഒരു റിയൽ ലൈഫ് ചോദ്യം വരുമ്പോൾ അവിടെ ഒരു പക്ഷേ ഇപ്പൊ ഞാനൊരു സോഷ്യൽ വർക്ക് റിസർച്ചർ ആണ്. റിയൽ ലൈഫ് ചോദ്യം വരുമ്പോൾ ഒരുപക്ഷെ ഡോക്ടർ ഫിൻഡോ അല്ലെങ്കിൽ ഡോക്ടർ മാമൻ അതുപോലെ ഡോക്ടേഴ്സിന് ഗൈനക്കോളജിസ്റ്റിന് കുറച്ചുകൂടി കൂടുതൽ അതിനെപ്പറ്റി പറഞ്ഞു തരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ്. അപ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ വരുംവരായികൾ നമ്മൾ ചർച്ച ചെയ്യുവാണ്. പക്ഷെ ശരിക്കും ക്രൈസിസിലുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കുടുംബം നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞവരെ പേടിപ്പിക്കലല്ല ഒരുപക്ഷെ നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് ആ കുഞ്ഞിന്, ആ ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്ക് എന്താണോ ആ സമയത്ത് വേണ്ടത്, ആ ഒരു മെന്റൽ സപ്പോർട്ട്, ഫൈനാൻഷ്യൽ സപ്പോർട്ട് എന്താണോ പറ്റുക അതെല്ലാം കൊടുക്കലാണ് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി. ഞാനിത് പറഞ്ഞുള്ളൂ. അപ്പോ നമുക്ക് ആ ഒരു പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അമ്മയോ കുഞ്ഞോ എന്നുള്ള സിറ്റുവേഷൻ, മദർ ഓർ ബേബി എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഈ അമ്മയോ കുഞ്ഞോ എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ 2 പേഷ്യൻസ് ഉണ്ട് ഈ ഒരു സിനാരിയോയിൽ. നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്ത എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ വലിപ്പമുള്ള മനുഷ്യജീവനെ നമുക്ക് കൺസിഡർ ചെയ്യാം. മറ്റൊരു മനുഷ്യജീവൻ ചെറുതാണെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അത്തരത്തിലുള്ള ഒരു മെന്റാലിറ്റി പലപ്പോഴും ഡോക്ടേഴ്സിനും അതുപോലെ തന്നെ നമ്മൾ ബാക്കി പൊതുജനത്തിനും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരു കുഞ്ഞും പ്രധാനപ്പെട്ടതാണ്, അമ്മയും പ്രധാനപ്പെട്ടതാണ്. രണ്ടുപേരെയും രക്ഷിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഐഡിയലി ഒരു ഡോക്ടർ ചെയ്യേണ്ടത്. ചില സമയത്തെങ്കിലും നമ്മൾ അമ്മയെ രക്ഷിക്കുന്ന സമയത്ത് കൊച്ച് മരിച്ചു പോകാം. അതായത് ഇപ്പൊ അമ്മയ്ക്ക് ഒരു ട്രീറ്റ്മെന്റ്, ഒരു മെഡിസിൻ കൊടുത്തു, പക്ഷെ അത് കുഞ്ഞിനെ നെഗറ്റീവായിട്ട് ബാധിച്ചു. അപ്പൊ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അമ്മയെ രക്ഷിക്കാനായിരുന്നു, കൊച്ചിനെ ഡയറക്റ്റ് ആയിട്ട് കൊല്ലാനായിരുന്നില്ല എന്നുള്ളൊരിതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ഈ അമ്മയ്ക്ക് റിസ്ക് കൂടുന്നത് പ്രഗ്നൻസി ലേറ്റ് ടേം ആകുമ്പോഴാണ്. അപ്പോ ഈ ലേറ്റ് ടേം ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ഇന്ത്യയിൽ 27 ആഴ്ചകൾ കഴിഞ്ഞാൽ, അതായത് ഏകദേശം 28 എന്ന് പറയുമ്പോൾ 7 മാസത്തോളം ആവുന്നു. 27 ആഴ്ച കഴിഞ്ഞാൽ കൊച്ചിനെ പുറത്തെടുത്ത് സിസേറിയൻ ചെയ്തോ ലേബർ ഇൻഡ്യൂസ് ചെയ്തോ പുറത്തെടുത്ത് നമുക്ക് NICU ആക്കി കൊച്ചിനെ ട്രീറ്റ് ചെയ്യാം, അതോടൊപ്പം അമ്മയും ട്രീറ്റ് ചെയ്യാം. അപ്പോ ഇവിടെ കൊച്ചിനെ കൊണ്ട് അമ്മയെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള തരത്തിലുള്ള വാശി പിടിക്കേണ്ട കാര്യമില്ല. മറ്റൊരു ചോദ്യമാണ് ഇത്, അതായത് ഈ ഒരു വാട്ട് ഇഫ് ബേബി മൈറ്റ് ബി ഹാൻഡിക്യാപ്ഡ്, അതായത് അംഗവൈകല്യമുള്ള ഒരു കുഞ്ഞാണ് വരുന്നതെങ്കിലും നമ്മൾ കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ഇന്ത്യയിലുള്ള അബോർഷൻ നിയമം എന്ന് പറയുന്നത് MTP ആക്ട് ആണ്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. കഴിഞ്ഞ 3 കൊല്ലം മുന്നേ വരെ, അതായത് 2021 വരെ MTP ആക്ട് പ്രകാരം 5 മാസം, അതായത് 20 ആഴ്ച വരെയുള്ള കുഞ്ഞിനെ ആയിരുന്നു ലീഗലി കൊല്ലാൻ സാധിക്കുക. 3 കൊല്ലം മുന്നേ 2021 BJP ഗവൺമെന്റ് ഇത് 24 ആഴ്ചയാക്കി. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5ാമത്തെ ആഴ്ചയാണ് അനോമലി സ്കാൻ നടക്കുന്നത്. അപ്പോൾ ഈ അനോമലി സ്കാൻ നടന്നു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് കൃത്യമായിട്ടല്ല, കാരണം ഇതിൽ എല്ലാത്തിലും ഫോൾസ് പോസിറ്റീവുകൾ ഉണ്ടാകും. ഡോക്ടർമാർ നമുക്ക് ചാൻസ് ഒരു ചാൻസ്, അതായത് ഇങ്ങനെ ഒരു അനോമലി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നു. ശരിക്കും നിയമം അവർ നീട്ടാൻ കാരണം എന്ന് പറയുന്നത്, ഈ ഒരു സ്കാൻ നടക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് അനോമലി ഉണ്ടെങ്കിൽ കൊച്ചിനെ കൊല്ലാൻ വേണ്ടി എളുപ്പമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നിയമം അവർ നീട്ടിയിരിക്കുന്നത്. അപ്പോ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന അംഗവൈകല്യം എന്ന് പറയുന്നത് ഓരോ മനുഷ്യർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യമാണ്. 1. 2, നമ്മൾ ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അംഗവൈകല്യമുള്ള ആളുകളെ സ്വീകരിക്കുകയാണോ വേണ്ടേ, അല്ലെങ്കിൽ കൊന്നു തള്ളുകയാണോ വേണ്ടേ എന്നൊരു വലിയൊരു ചോദ്യമുണ്ട്. എന്റെ കുഞ്ഞിന് അംഗവൈകല്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാരണത്താലേ ഞാൻ എന്റെ വയറ്റിൽ വെച്ച് കുഞ്ഞിനെ കൊല്ലണോ എന്നുള്ളൊരു തീരുമാനമാണ് അപ്പനും അമ്മയും ആ ഒരു സമയത്ത് തീരുമാനിക്കേണ്ടത്. ഞാൻ ജീസസ് സർക്കിൾസിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു ടെസ്റ്റിമണിയാണ്. അതായത് ഈ അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്ന പാരന്റ്സ് ഉറപ്പായിട്ടും അവർക്ക് ഒത്തിരി സ്ട്രഗിളിലൂടെ കടന്നു പോകേണ്ട അവസ്ഥകളുണ്ടാവും, ഒരു സംശയമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള സ്ട്രഗിളുകൾ അല്ലെങ്കിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്വർഗീയ ബാങ്ക് അക്കൗണ്ടിൽ നമ്മുടെ ശേഖരം കൂടുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ക്രിസ്ത്യൻ വിശ്വാസത്തിലൂടെ നോക്കുമ്പോഴാണ് ഒരുപക്ഷെ ഈ ഒരു വേദനയും ഈ ഒരു അക്സെപ്റ്റൻസിലേക്കൊക്കെ നമുക്ക് ഒരുപക്ഷെ എത്താൻ സാധിക്കുകയുള്ളൂ. അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളെയും അംഗവൈകല്യമുള്ള എല്ലാ മനുഷ്യരെയും നമ്മൾ ട്രീറ്റ് ചെയ്യാണ് വേണ്ടത്, അവർക്ക് ആവശ്യമുള്ള സർവീസുകൾ കൊടുക്കുകയാണ് വേണ്ടത്, അല്ലാണ്ട് കൊന്നുകളയല്ല വേണ്ടത്. ഇനി മറ്റൊരു ചോദ്യമാണ് എക്ടോപിക് പ്രഗ്നൻസി. ഞാൻ ഈ എക്ടോപിക് പ്രഗ്നൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഒരു ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് നമ്മൾ ഇതിൽ കാണുന്നത്.
അതിൽ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട് എംബ്രിയോ ഇംപ്ലാന്റഡ് നോർമലി. അതായത് ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ശരിക്കും ഫെലോപ്പിയൻ ട്യൂബിലാണ്. സ്ത്രീക്ക് 2 ഫെലോപ്പിയൻ ട്യൂബാണല്ലോ ഉള്ളത്, ലെഫ്റ്റും റൈറ്റും. ഇത് ഞാൻ ക്ലിയർ ആയിട്ട് പറയാൻ കാരണം പലപ്പോഴും നമ്മൾ പുരുഷന്മാർക്ക് ഒരു ധാരണയില്ലാത്തൊരു വിഷയമാണത്. അപ്പോൾ വിവാഹത്തിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഉറപ്പായിട്ട് ഇതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മുടെ ഭാര്യയുടെ എന്താണ് ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. അപ്പോൾ ഈ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ഫെലോപ്പിയൻ ട്യൂബിലാണ് ഫെർട്ടിലൈസേഷൻ ഉണ്ടാകുന്നത്. ഫെർട്ടിലൈസേഷൻ ഉണ്ടായി കഴിയുമ്പോൾ, അതായത് കുഞ്ഞ് ഒരു വൈ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കുഞ്ഞ് ഇംപ്ലാന്റേഷൻ നടക്കേണ്ടത് യൂട്രസിലാണ്. പക്ഷേ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസിന് പുറത്ത് എവിടെയെങ്കിലും, അതായത് ട്യൂബിലോ അല്ലെങ്കിൽ ഓവറിയുടെ സൈഡിലോ അല്ലെങ്കിൽ സെർവിക്കൽ സൈഡിലോ വേറെ എവിടെയെങ്കിലും ആണ് ഈ ഇംപ്ലാന്റേഷൻ നടന്നിരിക്കുന്നതെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടും ട്യൂബിലാണ് ഇംപ്ലാന്റേഷൻ ഉള്ളതെങ്കിൽ ഈ അവിടെ വെച്ച് കുഞ്ഞൊരല്പം മാത്രം വളർന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞ് വളരുന്നതനുസരിച്ച് ട്യൂബ് പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബ്ലീഡിങ് കാരണം ആ സമയത്ത് കറക്റ്റ് ടൈമിൽ അമ്മേനെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ അമ്മ മരിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ എക്ടോപിക് പ്രഗ്നൻസിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എക്ടോപിക് പ്രഗ്നൻസി അതായത് ഈ കുഞ്ഞ് യൂട്രസിൽ പോയി ഇംപ്ലാന്റ് ആകാണ്ട്, ഉദരത്തിൽ പോയി ഇംപ്ലാന്റ് ആകാണ്ട് ട്യൂബിൽ പോയി ഇംപ്ലാന്റ് ആകുന്നത് പലതരത്തിലുള്ള കെമിക്കൽ പ്രോസസ്സുകളുടെ ഭാഗമായിട്ടാണ്. അപ്പൊ അവിടെ നമ്മൾ ഇന്റൻഷനലി ചെയ്യുന്ന ഒരു കാര്യമല്ല. നാച്ചുറലി ഇത് ട്യൂബിൽ പോയി അല്ല കൊച്ചു ഇംപ്ലാന്റ് ആകേണ്ടത്, പകരം യൂട്രസിലാണ് ഇംപ്ലാന്റ് ആകേണ്ടത്. അപ്പോൾ ട്യൂബിൽ പോയി ഇംപ്ലാന്റ് ആകുന്നത് നാച്ചുറൽ ഡിസൈനിന് എതിരായതുകൊണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള പ്രക്രിയയ്ക്ക് എതിരായതുകൊണ്ട് നമുക്ക് ഈ ട്യൂബിനെ ഒരു ഡിസീസ്ഡ് ആയിട്ടുള്ള, അതായത് രോഗമുള്ള ട്യൂബായി കൺസിഡർ ചെയ്ത് ട്യൂബ് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് കൊച്ചു ഉറപ്പായിട്ട് മരിക്കും. പക്ഷെ നമ്മൾ ട്യൂബ് റിമൂവ് ചെയ്യാണ്ട് ആ സ്ത്രീക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിലും കൊച്ചു മരിക്കും, അമ്മയും മരിക്കും. അപ്പോൾ ഈ എക്ടോപിക് പ്രഗ്നൻസി സിറ്റുവേഷൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഈ ട്യൂബ് റിമൂവ് ചെയ്ത് അമ്മയെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിൽ അബോർഷൻ, അതായത് ടാബ്ലറ്റ് ഉപയോഗിച്ച് മെഡിക്കൽ അബോർഷൻ ചെയ്യുമല്ലോ, അതിന്റെ ഒരു നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കേണ്ടത്, അതായത് ഈ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൽ പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ എക്ടോപിക് പ്രഗ്നൻസി ആണോ അല്ലെങ്കിൽ നോർമൽ പ്രഗ്നൻസി ആണോ എന്ന് നമ്മൾ അറിയത്തില്ല. അതൊരു സോണോഗ്രഫി അല്ലെങ്കിൽ ഒരു അൾട്രാസൗണ്ട് ചെയ്താലാണ് നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. പക്ഷെ ഇന്ത്യയിൽ ഈ ഒരു മെഡിസിൻ ഓവർ ദ കൗണ്ടർ കിട്ടുന്നത് കൊണ്ട് ഏത് സ്ത്രീയും പോയി, അതായത് നമ്മൾ പ്രഗ്നന്റ് ആകത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ പെട്ടെന്ന് പ്രഗ്നന്റ് ആവുന്നു, മരുന്നെടുക്കുന്നു, പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉണ്ടാവുന്നു. അപ്പോൾ ഇത് നമ്മൾ എല്ലാ സ്ത്രീകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മറ്റൊരു ചോദ്യം വരുന്നതാണ്, അമ്മയ്ക്ക് എയ്ഡ്സ് ഉണ്ടെങ്കിൽ അത് കുഞ്ഞിനും കൂടി പകർന്നു പോകത്തില്ല, അപ്പൊ അതിലും നല്ലത് കുഞ്ഞിനെ കൊല്ലുന്നതല്ലേ? ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഒരു ഫിഗർ എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്നുള്ള ഒരു ഗവേഷണത്തിൽ നിന്നുള്ള കിട്ടിയിരിക്കുന്ന ഒരു ഫിഗറാണ്. അതായത് CDC, സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതായത് അവിടുത്തെ ഗവേഷണത്തിൽ അവർക്ക് മനസ്സിലായത് HIV പേഷ്യൻസിന് അവർ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് പേര് ആന്റി റെട്രോവൈറൽ തെറപ്പി എന്നാണ്. ഈ ഒരു ART ട്രീറ്റ്മെന്റ് നമ്മുടെ ഇന്ത്യയിലും HIV പേഷ്യൻസിന് അവൈലബിൾ ആണ്. പലപ്പോഴും ഹെവിലി സബ്സിഡൈസ്ഡ് ആണ്, അതായത് ഗവൺമെന്റ് ചെലവിൽ HIV പേഷ്യൻസിന് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ട്രീറ്റ്മെന്റിലുള്ള 100 സ്ത്രീയാല് അതില് ഒരു കൊച്ചിന് മാത്രമാണ്, 100 പ്രഗ്നൻസി അതിലൊരു കൊച്ചിന് മാത്രമാണ് HIV പകർന്നു വരാനുള്ള ചാൻസ്. ട്രീറ്റ്മെന്റിലുള്ള 100 സ്ത്രീകൾ പ്രഗ്നന്റ് ആയാൽ ഒരു കൊച്ചിന് മാത്രമാണ് ചാൻസ്. അപ്പൊ അവിടെ നമുക്ക് വേണ്ടത് ശരിക്കും ട്രീറ്റ്മെന്റ് ആണ്, അല്ലാണ്ട് HIV ഉണ്ട് അതുകൊണ്ട് കൊച്ചിനെ കൊല്ലലല്ല. ട്രീറ്റ്മെന്റ് ഇല്ലാണ്ട് ഒരുപക്ഷെ 100 സ്ത്രീകൾക്ക് ട്രീറ്റ്മെന്റ് ഇല്ലാണ്ട് അവര് കൊച്ചിന് ജന്മം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ 100-ൽ 25 കുഞ്ഞുങ്ങൾക്ക് HIV ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട, ട്രീറ്റ്മെന്റ് വളരെ പ്രധാനമാണ്. ട്രീറ്റ്മെന്റ് ആണ് നമ്മുടെ സൊല്യൂഷൻ. അല്ലാണ്ട് HIV ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൊച്ചിനെ കൊല്ലാം എന്ന് പറയുന്നതും, നമ്മൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന HIV പേഷ്യൻസ് അവരും HIV കാരണം സ്ട്രഗിൾ ചെയ്യുമല്ലേ, അവരെയും കൊന്നു കളയാലോ എന്ന് പറയുന്നത് സെയിം ആണ്. അങ്ങനെയല്ല, നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു ആരോഗ്യ പ്രശ്നം വരുമ്പോൾ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാണ് വേണ്ടത്, അല്ലാണ്ട് കൊല്ലുക എന്നുള്ളതല്ല ഒരിക്കലും ഒരു സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. ഒരുപക്ഷെ നമ്മൾ അബോർഷനെ പറ്റി സംസാരിക്കുമ്പോൾ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്, ഞാൻ അത് ഏറ്റവും അവസാനത്തേക്ക് എടുക്കാന്ന് വെച്ചത്. നമ്മൾ പ്രോലൈഫേഴ്സ് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ വളരെ അനുകമ്പയോടുകൂടി സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും പല അവസ്ഥകളിലൂടെ കടന്നു വന്നിരിക്കുന്ന സ്ത്രീകൾ ഒരുപക്ഷെ നമ്മളോട് സംസാരിച്ചെന്ന് വരാം.
അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും സ്ത്രീകൾ ഈ ഒരു റേപ്പ് ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് എനിക്കിങ്ങനെ സംഭവിച്ചാൽ എങ്ങനെ ആയിരിക്കാം എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് അവർ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വളരെ സെൻസിറ്റീവ് ആയിട്ട് വളരെ അനുകമ്പയോടുകൂടി വേണം ഈ ഒരു കാര്യത്തിലേക്ക് അപ്രോച്ച് ചെയ്യാൻ. നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം, ഇത് വളരെ വളരെ ഏറ്റവും ഒരുപക്ഷെ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ് റേപ്പ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് ചെയ്ത മനുഷ്യന് ഏറ്റവും ഏറ്റവും നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കേണ്ടതുമാണ്. പക്ഷെ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സമൂഹം ഇന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് റേപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ, പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അബോർഷൻ അല്ലാണ്ട് വേറൊരു ചോയ്സും ഇല്ല, അല്ലെങ്കിൽ വേറൊരു സൊല്യൂഷനും ഇല്ല ആ സ്ത്രീക്ക് എന്നുള്ളതാണല്ലോ നമ്മുടെ സമൂഹം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു സ്ത്രീ അബോർഷൻ ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും ആ സ്ത്രീക്ക് റേപ്പിലൂടെ ഉണ്ടായ ട്രോമ മാച്ച് കളയുന്നില്ല. നമ്മൾ നേരത്തെ കണ്ടു, പലതരത്തിലുള്ള അബോർഷൻ മെത്തേഡ്സ് കണ്ടു. ഞാൻ സമയത്തിന്റെ കുറവ് കാരണമാണ് അതുകൊണ്ട് സ്ത്രീക്ക് ഉണ്ടാവുന്ന മെഡിക്കൽ കോംപ്ലിക്കേഷൻസിനെ പറ്റി പറയാതിരുന്നത്. അപ്പോ ശരിക്കും അബോർഷൻ എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു ട്രോമയാണ്. അപ്പൊ ഒരു ട്രോമയെ മറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റൊരു ട്രോമയല്ല ഉപയോഗിക്കേണ്ടത്. Abortion doesn't unrape the woman. Abortion itself is a trauma. It adds on to the trauma which the victim is already going through. നമ്മൾ ചില ന്യൂസ് ആർട്ടിക്കിളുകളൊക്കെ വന്നിരിക്കുന്നത്, അതായത് വർഷങ്ങളോളം റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീകൾ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾ, ഇവിടെയൊക്കെ ഈ അബോർഷൻ, പ്രത്യേകിച്ചും അബോർഷൻ പില്ലുകൾ, ഈ അബോർഷൻ സത്യം പറഞ്ഞാൽ ഇത് ചെയ്യുന്ന ആളുടെ, അതായത് ഈ പെർപെട്രേറ്റർ അല്ലെങ്കിൽ ക്രിമിനൽ, ഇത് അബോർഷൻ റേപ്പിസ്റ്റ് ആയിട്ടുള്ള ആളുടെ ക്രൈം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി അബോർഷൻ സഹായിക്കാറുണ്ട്. കാരണം ഈ പില്ല് കഴിച്ചു കഴിഞ്ഞാൽ വളരെ പ്രൈവറ്റ് ആണ്. ഒരു മനുഷ്യനെ അറിയാണ്ട് അബോർഷൻ ചെയ്ത് പഴയൊരു അബ്യൂസീവ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് തിരിച്ചു പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അബ്യൂസ് ചെയ്യപ്പെടുന്നു. അങ്ങനത്തെ അവസ്ഥകൾ നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അബോർഷൻ ശരിക്കും പറഞ്ഞാൽ സ്ത്രീയല്ല സഹായിക്കുന്നത്, അബോർഷൻ സഹായിക്കുന്നത് റേപ്പിസ്റ്റിനെയാണ്. നമ്മൾ പലപ്പോഴും ഇന്നത്തെ നമ്മുടെ ലീഗൽ സിസ്റ്റത്തിൽ അബോർഷൻ ചെയ്ത ആളെ തൂക്കിക്കൊല്ലാറില്ല. പക്ഷെ അതിലൂടെ ഉണ്ടായ കുഞ്ഞിനെ നമ്മൾ തൂക്കിക്കൊല്ലാൻ അല്ലെങ്കിൽ കൊന്നുകളയാനായിട്ട് നമ്മുടെ സമൂഹത്തിന് ഒരു മടിയില്ല എന്നുള്ളതൊരു വലിയൊരു വിരോധാഭാസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അബോർഷൻ എന്നുള്ളൊരു ടോപ്പിക്കിനെ റേപ്പിനെ സമീപിക്കുമ്പോൾ നമ്മൾ ഒരു അനുകമ്പയോടുകൂടി വേണം സമീപിക്കാൻ. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇതിന്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ, അതായത് 100 അബോർഷനുകൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതില് നമ്മൾ ഈ കാണുന്ന, ഇതും ഞാൻ CDCയിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു കണക്കാണ്. അതായത് 74% സ്ത്രീകളും പറഞ്ഞത് ഇങ്ങനെയാണ്: വുമൻസ് അബോർഷൻ ഡിസിഷൻസ് റെയർലി സ്റ്റെം ഫ്രം റേപ്പ് ഓർ ഇൻസെസ്റ്റ് കേസ്. അതായത് ഇപ്പോ എനിക്ക് ഒരു കുഞ്ഞുണ്ടാവുന്നത് എന്റെ ജീവനെ സാരമായി ബാധിക്കും എന്ന് 74% സ്ത്രീകൾ പറഞ്ഞു. നമുക്കിങ്ങനെ മനസ്സിലാക്കാം, അതായത് 100 സ്ത്രീകളെ സർവേ എടുത്തപ്പോൾ ഇപ്പൊ ഒരു കുഞ്ഞുണ്ടാവുന്നത് എന്റെ ജീവനെ സാരമായി ബാധിക്കും എന്ന് പറഞ്ഞപ്പോൾ 73% സ്ത്രീകൾ പറയുന്നു എനിക്കൊരു കുഞ്ഞിനെ ഇപ്പോ നോക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ചില സ്ത്രീകൾ പറഞ്ഞു എന്റെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു ടൈം, അതായത് ചൈൽഡ് ബെയറിംഗിന്റെ ടൈം കഴിഞ്ഞു പോയി. 1% സ്ത്രീകളാണ് പറഞ്ഞത് റേപ്പിലൂടെയാണ് ഞാൻ പ്രഗ്നന്റ് ആയത്. ഇൻസെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്ന് ഉണ്ടാവുന്ന റേപ്പിനെയാണ് നമ്മൾ ഇൻസെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് 100 പ്രഗ്നൻസിയിൽ അല്ലെങ്കിൽ 100 അബോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് റേപ്പിലൂടെ ഉണ്ടാകുന്നത്. പക്ഷെ പലപ്പോഴും ഈ റേപ്പ് എന്നുള്ളൊരു ചോദ്യം വെച്ചും കൊണ്ട് എല്ലാ അബോർഷനുകളെയും ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ ഒരു സമൂഹത്തെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. നമുക്കിനി അടുത്ത ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഗ്രാഫിക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഒത്തിരി ബ്ലഡും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് കാണാൻ കപ്പാസിറ്റി ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും നോക്കിയിരിക്കുക. അതായത് പക്ഷെ ഇത് കാണിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഇതിന്റെ പ്രശ്നത്തിന്റെ ഒരു ആഴം നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ വേറൊരു കാരണമല്ല, നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ ഒരു സ്നാപ്ഷോട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്.
സമയത്തിന്റെ ഒരു കുറവ് കൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യുവാണ്. നമ്മൾ ഇത്രയും നേരം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ പ്രശ്നങ്ങളെ പറ്റി നമ്മൾ അധികം സംസാരിച്ചില്ലായിരുന്നു. ഇത് അഗെയിൻ ഒരു ബ്രിട്ടീഷ് ജേർണൽ ഓഫ് സൈക്കാട്രിയിൽ പബ്ലിഷ് ആയി വന്ന ഒരു ആർട്ടിക്കിളിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഡേറ്റ എടുത്തിരിക്കുന്നത്. അതായത് വുമൺ ഹു എക്സ്പീരിയൻസ് അബോർഷൻ ഹാവ് 81%, 81% മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള റിസ്ക് കൂടുന്നു. 220% കഞ്ചാവ് യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യാനുള്ള ചാൻസുകൾ കൂടുന്നു. 37% ഡിപ്രഷൻ ഉണ്ടാവാനുള്ള ചാൻസുകൾ കൂടുന്നു. അത് ആൽക്കഹോൾ അബ്യൂസിന്റെ കേസിൽ 110% വരുന്നു. ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടാവുന്നു, സൂയിസൈഡൽ ഐഡിയേഷൻ ഉണ്ടാവുന്നു. അപ്പോ ഇതിലെല്ലാത്തിലും സൂചിപ്പിക്കുന്നത് ഒരു 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 സ്ത്രീക്ക് അബോർഷൻ അല്ലാണ്ട് വേറൊരു സൊല്യൂഷൻ ഇല്ലാതെ വരുമ്പോൾ ഇതിലൂടെ ആ ഒരു വലിയൊരു തിന്മയിലൂടെ സംഭവിക്കുന്ന സൈഡ് തിന്മകളാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഞാൻ ഈ അടുത്ത് ഒരു ഡോക്ടർ പറഞ്ഞു കേട്ട ഒരു കാര്യം, അതായത് അബോർഷൻ സത്യം പറഞ്ഞാൽ ഒരു സാമൂഹിക തിന്മയാണ്. അതൊരു സമൂഹത്തിന്റെ പ്രശ്നമാണ് ഒരു സ്ത്രീ ചെയ്യുന്നതിലുപരി. കാരണം ആ സ്ത്രീ പലപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, എന്റെ സമൂഹം എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്റെ കുടുംബം എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും, എന്റെ കൂട്ടുകാരെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ അവിടേക്കാണ് നമ്മൾ സമൂഹം എന്നുള്ള നിലയിൽ അബോർഷനെതിരെ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടതും ഇതിൽ ഈ ഒരു ക്രൈസിസ് പ്രഗ്നൻസിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ചില വെബ്സൈറ്റ്സ് ഇതിൽ കാണിച്ചിട്ടുണ്ട്, abortionchangesyou.com, supportafterAbortion.com. ഇപ്പൊ നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറെ ക്രൈസിസ് പ്രഗ്നൻസി സെന്ററുകളുണ്ട്. അതായത് ഇത്തരത്തില് അൺപ്ലാൻഡ് ആയിട്ട് അല്ലെങ്കിൽ അൺഇന്റൻഡഡ് ആയിട്ട് പ്രഗ്നൻസി ഉണ്ടായി പോയി വീട്ടുകാർക്ക് നമ്മൾ പുറത്ത് പറയാനായിട്ട് ഒരു അവസ്ഥയും ഇല്ലാത്തൊരു സമയത്ത് നമുക്ക് ഇവരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ക്രൈസിസ് പ്രഗ്നൻസി സെന്ററുകളിൽ കൊണ്ടാക്കി അവർക്ക് വേണ്ട കെയറും കാര്യങ്ങളെല്ലാം കൊടുത്ത് ആ കുഞ്ഞ് ജനിക്കുന്നത് വരെ അവരെ സപ്പോർട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ടും ഇങ്ങനത്തെ കെയർ സെന്ററുകളിൽ തുടരുന്നവരുണ്ട്. ചില സ്ത്രീകൾ ആ കുഞ്ഞിനെ അഡോപ്ഷന് പ്ലേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ട്, അതും വളരെ വേദനാജനകമായ കാര്യമാണ്. പക്ഷെ വേറെ ഒരു വഴി ഇല്ലാത്തത് കൊണ്ട് അഡോപ്ഷന് പ്ലേസ് ചെയ്ത് തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന സ്ത്രീകളുണ്ട്. നമ്മള് ഇത്തരത്തിൽ ഈ ഒരു ക്രൈസിസ് പ്രഗ്നൻസി സപ്പോർട്ട് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലങ്ങളിൽ ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പൊ ഇതൊരു പുതിയ കാര്യം അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നൊക്കെ മാത്രം കണ്ടുവരുന്ന ഒരു കാര്യമൊന്നും അല്ല. പക്ഷേ ഇതിന്റെ ഒരു തോത് വളരെയധികം വർദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ഇന്ന് ഒരുപക്ഷെ ഒരു ടിപ്പിക്കൽ ഒരു കോളേജ് സ്റ്റുഡന്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രഗ്നന്റ് ആയി, എന്താണ് വഴി എന്ന് ചോദിച്ചാൽ അബോർഷൻ മാത്രമാണ് അവരുടെയൊക്കെ മനസ്സിലുള്ള ഒരു സൊല്യൂഷൻ. അപ്പൊ അവിടെയാണ് നമ്മൾ ആസ് എ സൊസൈറ്റി നമ്മുടെ ഒരു സ്നേഹം കാണിക്കേണ്ടത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, വൈ ഷുഡ് ക്രിസ്ത്യൻസ് കെയർ അബൌട്ട് അബോർഷൻ, അല്ലെ? നമ്മൾ പഴയ നിയമം നോക്കുമ്പോൾ തുടരെ കാണുന്ന ഒരു തീമാണ് അന്യദേവന്മാർക്ക് കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കുന്നത്. അത് ഈ മൊളോക്ക് എന്ന് പറയുന്ന ഒരു ദേവനുണ്ടായിരുന്നു. ഇസ്രായേൽക്കാർക്ക് ചുറ്റും താമസിച്ചുകൊണ്ടിരുന്ന പല ജനതകളും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതായത് ഇതിനെ നമ്മൾ ആർട്ടിസ്റ്റുകൾ വരച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമേജ് ആണ് ഇവിടെ കാണുന്നത്. ഇതിൽ കാണുന്നതെന്ന് പറഞ്ഞാല് ഒരു നീണ്ട കൈയുള്ള പശു രൂപത്തിലുള്ള ഒരു ദേവൻ, അതായത് ഒരു ദേവനല്ല, ഒരു രൂപമാണ്. അപ്പൊ അതിൽ ഈ കൈകളിലേക്കാണ് ഈ കുഞ്ഞിനെ അവർ വെച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതായത് ഈ രൂപത്തിന്റെ ബാക്കില് രൂപത്തിന് ചുറ്റും ഈ ചൂടാണ്. അപ്പൊ ഈ കുഞ്ഞിന്റെ കരച്ചില് കേൾക്കാതിരിക്കാൻ വേണ്ടി അവര് ശക്തിയായിട്ട് ഡ്രം കൊട്ടും. ഈ ഫോട്ടോന്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാം, ഡ്രം കൊട്ടും. അപ്പോ ഇത്തരത്തില് ഉള്ളൊരു ചൈൽഡ് സാക്രിഫൈസ്, എന്താണ് കുഞ്ഞുങ്ങളുടെ കുരുതി നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോ ഇത് തന്നെയാണ് ഒരുപക്ഷെ ഇന്ന് മോഡേൺ ആയിട്ട് അബോർഷൻ സെന്ററുകളിലും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും സംഭവിക്കുന്നത്. അപ്പോ ഒരുപക്ഷെ സാത്താന്റെ സാക്രമെന്റ് ആയിട്ട് അബോർഷൻ അറിയപ്പെടുന്നത് ഇതുകൊണ്ടാണ്. സാത്താന്റെ കൂദാശയായിട്ട് പോലും അബോർഷൻ അറിയപ്പെടുന്നത് ഇതുകൊണ്ടാണ്. അപ്പോ നമ്മൾ ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയ്ക്ക്, ദൈവജനം എന്നുള്ള നിലയ്ക്ക് ഇതൊരിക്കലും നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്തരത്തില് ചൈൽഡ് സാക്രിഫൈസുകൾ ചെയ്തുകൊണ്ടിരുന്ന സമൂഹങ്ങൾക്ക് എന്ത് ശിക്ഷയാണ് ദൈവം കൊടുത്തത്. ദൈവത്തിന് ഏറ്റവും അനിഷ്ടമായിട്ടുള്ള ഒരു വലിയൊരു തിന്മയായിരുന്നു ചൈൽഡ് സാക്രിഫൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി നമുക്കധികം സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പലപ്പോഴും ആളുകൾ പറയുന്ന കാരണങ്ങൾ, അതായത് ഹെർ ബോഡി ഹെർ ചോയ്സ്, നമ്മൾ കാരണങ്ങളിലൂടെ പെട്ടെന്നൊന്ന് കടന്നു പോവാം. ഓക്കെ, ഇപ്പൊ മൈ ബോഡി മൈ ചോയ്സ് സത്യം പറഞ്ഞാൽ വളരെ ഒരുപക്ഷെ എല്ലാ അബോർഷൻ ആർഗ്യുമെന്റുകളിലും വെച്ച് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സംസാരമാണ്. അപ്പോ നമ്മളൊന്ന് ലോജിക്കലി നോക്കുവാണെങ്കിൽ
പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ ആ സ്ത്രീയുടെ ശരീരം മാത്രമല്ല അവിടെ ഉള്ളത്. ആ സ്ത്രീയുടെ ശരീരത്തിന്റെ ഉള്ളിൽ മറ്റൊരു മനുഷ്യജീവൻ കൂടി ഉണ്ട്. നമ്മൾ ബയോളജിസ്റ്റുകൾ പറയുന്നതും സ്കാനുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതും തുടരെ തുടരെ എവിഡൻസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായ കാര്യമാണത്. ഈ ഒരു ജീവൻ എന്ന് പറയുന്നത് എന്താണ് മനുഷ്യജീവനാണ് എന്നുള്ളതിന് നമുക്ക് തെളിവുകളുണ്ട്. അതായത് ഹ്യൂമൻ DNA ഉണ്ട്. അതുപോലെ തന്നെ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആകണമെങ്കിൽ ഉറപ്പായിട്ടും ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് വന്ന് ഓക്കെ. എന്നോട് ഡിനോ ചേട്ടൻ ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാനിപ്പോ ഇതിൽ പറയാൻ പോകുന്ന പല കാര്യങ്ങളും ഫിൻഡോ ചേട്ടൻ ഷെയർ ചെയ്യുന്നതായിരിക്കും 15-ാം തീയതി. അപ്പൊ അതുകൊണ്ട് ഞാൻ അബോർഷൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് ഓവർ പോപ്പുലേഷനിലേക്ക് കടക്കാം. ഇതിനിടെ വന്നിരിക്കുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. ഓക്കെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്ന രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ജനസംഖ്യ വിസ്ഫോടനം അല്ലെങ്കിൽ ഓവർ പോപ്പുലേഷൻ. അതൊരു പ്രോബ്ലം ആണോ, അതിനെപ്പറ്റിയുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ ഇതില് നമ്മൾ പലപ്പോഴും നമ്മൾ വരുന്ന ന്യൂസ് അല്ലെങ്കിൽ കമന്റുകൾ അതിന്റെ ഒരു സ്നാപ്ഷോട്ടാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതായത് കുറച്ച് നാൾ മുന്നേ, അതായത് 2022 മനോരമ ന്യൂസിന്റെ ഒരു യൂട്യൂബ് പേജിൽ വന്ന ഒരു ഇതാണ്, രാജ്യത്ത് ജനസംഖ്യാ നിയന്ത്രണ നിയമം കൊണ്ടുവരുമെന്ന് കേന്ദ്രമന്ത്രി. അപ്പോൾ ആ ഒരു യൂട്യൂബ് വീഡിയോന്റെ കീഴിൽ പല ആളുകളും ഇത് സെയിം കാര്യം തന്നെയാണ് കമന്റ് ചെയ്യുന്നത്. സത്യത്തിൽ ഈ നിയമം നേരത്തെ തന്നെ കൊണ്ടുവരേണ്ടതാണ്. ഇപ്പോ ഇതിനുള്ള നീക്കം നടത്തിയതിൽ അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് കമന്റ്സ് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപക്ഷെ ഒരു ചിന്ത ഉണ്ടാകാം, ഇന്ത്യയിൽ ഇത്തരത്തിൽ ജനസംഖ്യാ വിസ്ഫോടനം ഉള്ള കാര്യമല്ലേ, അല്ലെങ്കിൽ ഇതൊരു യാഥാർത്ഥ്യം എന്താണ്? അപ്പൊ അതിനെപ്പറ്റിയുള്ള ഒരു ക്ലാരിറ്റിയാണ് നമ്മൾ ഇതിലൂടെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മൾ ജനസംഖ്യ വിസ്ഫോടനം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില ഇമേജുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഒത്തിരി ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ട്രെയിൻ, അല്ലെങ്കിൽ ഒത്തിരി ട്രാഫിക് ജാം ഉള്ള ഒരു ജംഗ്ഷൻ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഞാൻ ബാംഗ്ലൂരിൽ വരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ബാംഗ്ലൂർ ഞങ്ങൾ ഒരു ദിവസം ഏകദേശം ഒരു 1.5 മണിക്കൂറോളം നമ്മൾ ട്രാഫിക്കിലാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഒരു ദിവസത്തിന്റെ 1.5 മണിക്കൂർ. അപ്പോ ഇതിനെപ്പറ്റി കാര്യമായ ധാരണയില്ലാത്ത ആളുകൾക്ക് ജനസംഖ്യ വിസ്ഫോടനം വലിയ പ്രശ്നമാണ് എന്നുള്ളൊരു രീതിയിലേക്ക് അവർ കൺക്ലൂഡ് ചെയ്താൽ അതിൽ അത്ഭുതമില്ല. എന്നാൽ എലോൺ മസ്കിനെ പറ്റി അറിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ടെസ്ല, പിന്നെ സ്പേസ് എക്സ്, അതുപോലെ ഒത്തിരി വലിയ വലിയ കമ്പനികളൊക്കെ സ്ഥാപിച്ച ഒരു ബുദ്ധിജീവിയാണ് എലോൺ മസ്ക്. അപ്പോൾ എലോൺ മസ്ക് പക്ഷേ ഈ ഓവർ പോപ്പുലേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിനെതിരായി സംസാരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ എലോൺ മസ്ക് പറയുന്ന പോപ്പുലേഷൻ കൊളാപ്സ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് ജനസംഖ്യ വിസ്ഫോടനമല്ല, ഇപ്പോൾ ഉള്ള ജനസംഖ്യയുടെ അളവിന്റെ അധപതനമാണ് ഉണ്ടാവാൻ സാധ്യത ഉള്ളതെന്നാണ് എലോൺ മസ്ക് പറയുന്നത്. ഇനി എലോൺ മസ്ക് മാത്രമല്ല, ഇത് 2021 ഒരു ഇന്റർവ്യൂവില് പോപ്പുലേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിലെ ഹെൽത്ത് സയന്റിസ്റ്റ് സംഘമിത്ര സിംഗ് എന്ന് പറയുന്ന ഒരു ഹെൽത്ത് സയന്റിസ്റ്റ് പറഞ്ഞതാണ്, ഇന്ത്യയിൽ ജനസംഖ്യ വിസ്ഫോടനം ഇല്ല. ദ കൺട്രി അച്ചീവ്ഡ് റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി വിത്തൗട്ട് എനി കോഹേസീവ് പോപ്പുലേഷൻ പോളിസീസ്. അതായത് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള പോപ്പുലേഷൻ പോളിസികൾ ഇല്ലാണ്ട് തന്നെ ഇന്ത്യയിൽ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി നമ്മൾ അതിലോട്ട് എത്തി. ഇന്ത്യ ഒരു രാജ്യം എന്ന നിലയ്ക്ക് നമ്മൾ അതിലോട്ട് എത്തിയിരിക്കുന്നു. മറ്റു പല ന്യൂസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ജപ്പാൻ റെക്കോർഡ്സ് ഇറ്റ്സ് ലാർജസ്റ്റ് നാച്ചുറൽ പോപ്പുലേഷൻ ഡിക്ലൈൻ, ഗ്രീസ് ടേക്കിംഗ് സ്റ്റെപ്സ് ടു പോപ്പുലേഷൻ ഡിക്ലൈൻ. ഒരുപക്ഷെ യൂറോപ്പിലും അതുപോലെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, വെസ്റ്റേൺ കൺട്രീസിലുള്ള ആളുകൾക്ക്, നമ്മുടെ കൂട്ടത്തിൽ ആളുകൾക്ക് മനസ്സിലാകും അവിടെയൊക്കെ നമ്മൾ മലയാളികൾക്ക്, ഇന്ത്യക്കാർക്ക് ഇത്രയധികം ജോലി സാധ്യതകളോ ഉള്ളത് ഈ രാജ്യങ്ങൾക്ക് ഇന്ത്യക്കാരോട് അധികമായിട്ട് സ്നേഹമുള്ളത് കൊണ്ടല്ല. അവരുടെ എക്കോണമി വളർത്താനായിട്ട് യങ് ടാലന്റ് അവർക്ക് വേണം. അപ്പോൾ അവിടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നില്ല, പുതിയ തലമുറ ഉണ്ടാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമുക്ക് അവിടെ ജോലി കിട്ടുന്നതും നമുക്ക് അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഓവർ പോപ്പുലേഷനെ പറ്റി സംസാരിക്കുമ്പോൾ ഉറപ്പായിട്ടും ഭൂമിയിൽ ഇപ്പോൾ എത്ര മനുഷ്യരുണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു ക്ലാരിറ്റി നമുക്ക് വേണമല്ലോ. അപ്പൊ ഈ ഒരു ഗ്രാഫ് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഏകദേശം 1800-കളിൽ, അതായത് ഒരു 200 വർഷം മുമ്പ് ഭൂമിയിൽ എമ്പാടും 90 കോടി മനുഷ്യരാണ് ഉണ്ടായിരുന്നത്. 90 കോടി. അപ്പോൾ ഇന്ന് 2024 നമുക്ക് ഏകദേശം 830 കോടി മനുഷ്യരാണ് ഉള്ളത്. അഥവാ 8.3 ബില്യൺ ആളുകളാണ് ഉള്ളത്. നമ്മൾ ഇതിന്റെ ആബ്സല്യൂട്ട് നമ്പർ, അതായത് ആകെത്തുകയായിട്ടുള്ള നമ്പർ നോക്കുകയാണെങ്കിൽ ശരിയാണ്, പോപ്പുലേഷൻ കൂടി വരികയാണ്. പക്ഷേ നമ്മളിവിടെ ഒരു റെഡ് ലൈനിൽ കാണുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ആണ്.
ഈ ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഇവിടെ നമ്മൾ കാണുന്ന പോലെ 2.1 ദശാംശത്തിൽ എത്തിയിട്ട് 1960-കളിലാണ് 2.1% എത്തിയത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതൊരു സ്റ്റീപ്പ് ഡിക്ലൈൻ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതായത് ഇപ്പോ 2020 സമയത്ത് ഏകദേശം 1% നമ്മുടെ ലോകത്തിന്റെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. ഇത് അല്പം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് നമുക്കിതിനെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ, എന്തുകൊണ്ട് പല ആളുകൾ ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ സംസാരിക്കുന്ന 2-ൽ ഒരാളെങ്കിലും പറയും പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ജനസംഖ്യ വിസ്ഫോടനം ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ എങ്ങനെ ഈ ഒരു ഐഡിയ വന്നു എന്ന് അറിയേണ്ടത് വളരെ പ്രധാനമാണ്. 1800-കളിലാണ് തോമസ് മാൽത്തൂസ് എന്ന് പറയുന്ന ഒരു ആംഗ്ലിക്കൻ ഫിലോസഫർ, ആംഗ്ലിക്കൻ ഒരു വൈദികനായിരുന്നു തോമസ് മാൽത്തൂസ്. അപ്പൊ അദ്ദേഹം ഒരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നു, അദ്ദേഹം ഒരു ഫിലോസഫർ ആയിരുന്നു. അദ്ദേഹമാണ് ഈ ഓവർ പോപ്പുലേഷൻ കാരണം ഒരു അറ്റ് എ പോയിന്റ് ഓഫ് ടൈം നമുക്കൊരു ക്രൈസിസ് ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം പറഞ്ഞത്. അതായത് പുള്ളി ബേസിക്കലി പറഞ്ഞ ഇത്രേ ഉള്ളൂ, മനുഷ്യന്റെ എണ്ണം കൂടുന്നത് എക്സ്പൊണൻഷ്യലി ആണ്, അല്ലെങ്കിൽ ജോമെട്രിക്കലാണ്. നമ്മൾ ജോമെട്രിക് പ്രോഗ്രഷൻ പഠിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ സ്കൂളിൽ, 2, 4, 8, 16, 32 എന്നുള്ള നിലയിലാണ്. പക്ഷേ നമ്മുടെ റിസോഴ്സുകളുടെ ഗ്രോത്ത് റേറ്റ്, അതായത് പ്രധാനമായിട്ടും നമ്മുടെ ഫുഡ് റിസോഴ്സ്, അന്നത്തെ കാലത്ത് പുള്ളി ഫുഡ് റിസോഴ്സ് ആണ് പുള്ളി കണക്ക് കൂട്ടിയത്. പക്ഷെ ഫുഡ് റിസോഴ്സുകൾ നമ്മൾ കാലാകാലത്തിൽ അരിത്മെറ്റിക് പ്രോഗ്രഷനിലെ വലുതാവത്തുള്ളൂ, അല്ലെങ്കിൽ വർദ്ധിക്കത്തുള്ളൂ. അതായത് 1, 2, 3, 4, 5 എന്നുള്ള നിലയിലെ ഇത് വർദ്ധിക്കത്തുള്ളൂ. റിസോഴ്സുകളുടെ കണക്കുകൾ നമ്മൾ ഈ ഗ്രാഫിക് കാണുന്ന പോലെ അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം ഒരു പോയിന്റ് ഓഫ് ക്രൈസിസ് ഉണ്ടാവും. പോപ്പുലേഷൻ, നമ്മുടെ ജനസംഖ്യക്ക് ആവശ്യമായ റിസോഴ്സ് കിട്ടാണ്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ മരണപ്പെടും. അത് ഒരുപക്ഷെ ഒരു യുദ്ധത്തിലൂടെ ആകാം, അല്ലെങ്കിൽ ഒരു വലിയൊരു ക്ഷാമത്തിലൂടെ ആകാം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും എന്ന് തോമസ് മാൽത്തൂസ് അന്ന് പ്രവചിച്ചു വെച്ചു, ഏകദേശം 1800-കളിൽ. പക്ഷെ അന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞു 90 മനുഷ്യരാണ് ആകെ ലോകത്തെമ്പാടും ഉള്ളത്, 90 കോടി. അതായത് ഇന്ന് ഇന്ത്യയിൽ 140 കോടി ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ 90 കോടി ആളുകൾ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അന്ന് ഇത് ലോകത്തെമ്പാടും വലിയ ശ്രദ്ധ ആകർഷിക്കാനായിട്ട് ഇതിന് കഴിഞ്ഞില്ല. പക്ഷേ ഇതിനെപ്പറ്റി ഈ തോമസ് മാൽത്തൂസ് പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച ചില ആളുകളെ നമുക്കൊരു പക്ഷേ അറിയാൻ പറ്റും. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളാണ് ചാൾസ് ഡാർവിൻ. ചാൾസ് ഡാർവിൻ എവല്യൂഷന്റെ പിതാവ്, എവല്യൂഷൻ തിയറിയുടെ പിതാവ് എന്നുള്ള നിലയിൽ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. മറ്റൊരാളാണ് ഹെർബർട്ട് സ്പെൻസർ. അദ്ദേഹം ഒരു ബയോളജിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പ്രപ്പോസ് ചെയ്തൊരു ഐഡിയ ആണ് സോഷ്യൽ ഡാർവിനിസം. അതായത് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നുള്ള ഡാർവിന്റെ തിയറിനെ നമുക്ക് മനുഷ്യരിലേക്കും അപ്ലൈ ചെയ്യാം. നമ്മൾ മറ്റൊരു രീതി ചിന്തിക്കുകയാണെങ്കിൽ ഡാർവിൻ പറഞ്ഞു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് സ്പീഷീസ്, എല്ലാ വർഗങ്ങളിലും ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ളത് മാത്രമാണ് സർവൈവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അവിടെ ഈ ചാൾസ് ഡാർവിനും ഹെർബർട്ട് സ്പെൻസറും തുടങ്ങിയവര് മനുഷ്യനെയും മറ്റൊരു ജീവിയായി മാത്രം കണ്ടിട്ടാണ് അവരുടേതായ തിയറികൾ എഴുതി വെച്ചത്. ഇനി മറ്റൊരാളാണ് ഫ്രാൻസിസ് ഗാൽട്ടൺ. അപ്പൊ ഇവരെല്ലാവരും ഈ തോമസ് മാൽത്തൂസിന്റെ ഈ ഒരു ഐഡിയ കണ്ട് ആകൃഷ്ടരായി ആ ഒരു രീതിയിൽ, അതായത് ലോകത്ത് എപ്പോഴെങ്കിലും ഒക്കെ ജനസംഖ്യ വിസ്ഫോടനം ഉണ്ടാകും, അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യണം, ആ ഒരു ചിന്തയോട് കൂടിയാണ് ഇവർ പലപ്പോഴും ഇവരുടെ സയന്റിഫിക് പ്രവർത്തനങ്ങളിൽ വന്നിരിക്കുന്നത്, സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലാണ് ഫ്രാൻസിസ് ഗാൽട്ടൺ. അപ്പോൾ ഇദ്ദേഹത്തെ ഫാദർ ഓഫ് യൂനിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ യൂജനിക്സ് എന്ന് പറയുന്നത് അഡോൾഫ് ഹിറ്റ്ലറിന്റെ സമയത്ത് വളരെ ആയിട്ടുള്ള, അതായത് ബേസിക്കലി ബേബീസിനെ ഉണ്ടാക്കി ഡിസൈനർ ബേബീസിനെ ഡെവലപ്പ് ചെയ്ത് ഭൂമിയിലേക്ക് വിടുക, രോഗങ്ങളില്ലാത്ത സുമുഖന്മാരായിട്ടുള്ള പിന്നെ നല്ല കായിക ശേഷിയുള്ള മനുഷ്യ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുക. ഇതിനാണ് ബേസിക്കലി യൂജനിക്സ് എന്ന് പറയുന്നത്. അപ്പോ 1800-കളിൽ തോമസ് മാൽത്തൂസ് പറഞ്ഞ ഐഡിയയിൽ നിന്ന് എത്രത്തോളം മനുഷ്യർ ചിന്തിച്ചു കൂട്ടി എവിടെ എത്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഈ ഒരു മാൽത്തൂഷ്യൻ ഐഡിയ, ഈ ഒരു മാൽത്തൂസ് പറഞ്ഞ ഒരു ഐഡിയ മറ്റൊരു രീതിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടായി. അതായത് ദ മാൽത്തൂഷ്യൻ ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺട്രസെപ്ഷൻ പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ബർത്ത് കൺട്രോൾ എന്നാണ് അന്നത്തെ കാലത്ത്, അതായത് 1800-കളുടെ അവസാനം 1900 ആണ്ടിന്റെ ആദ്യം ആ ഒരു ടൈമിൽ നമ്മൾ ഇന്ന് കാണുന്ന കോൺട്രസെപ്ഷനെ ബർത്ത് കൺട്രോൾ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ലോകത്ത് ജനസംഖ്യ വിസ്ഫോടനം ഉണ്ടാകുന്നത് തടയണമെങ്കിൽ എന്ത് സംഭവിക്കണം? കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയണം. അപ്പൊ അങ്ങനെയാണ് ഈ കോൺട്രസെപ്ഷൻ എന്നുള്ള ഒരു സാധനം വരുന്നത്. ഇനി കോൺട്രസെപ്ഷൻ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് അബോർഷൻ ആണ്.
അപ്പോൾ എന്തുകൊണ്ടാണ് അബോർഷൻ, കോൺട്രസെപ്ഷൻ, സ്റ്റെറിലൈസേഷൻ, അതുപോലെ ഓവർ പോപ്പുലേഷൻ, ഇതെല്ലാം കണക്റ്റഡ് ആണ്, ഇതെല്ലാം ഇതിൽ നിന്ന് വരുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ഈ പറയുന്ന മാൽത്തൂസിയൻ ലീഗിന്റെ വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ആനി ബെസന്റ് ആണ്. ആനി ബെസന്റ് ഒരു UK ഇംഗ്ലണ്ടുകാരിയായിരുന്നു. പക്ഷെ പുള്ളിക്കാരത്തി ഇന്ത്യയിൽ വന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അത് ഹിസ്റ്ററി നമ്മൾ പഠിച്ച് നമുക്ക് ഓർമ്മയുണ്ടെന്ന് മനസ്സിലാവും. ആനി ബെസന്റ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റ് ആയിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. 1880-കളിൽ ഇംഗ്ലണ്ടിൽ ഉത്ഭവിച്ച ഈ ഒരു ഐഡിയ അധികം നാളുകൾക്കുള്ളിൽ ഏകദേശം ഒരു 100-120 കൊല്ലത്തിനുള്ളിൽ എവിടെ എത്തി? ഇന്ത്യയിലും എത്തി. ഓക്കെ. ഇനി ഈ ഒരു ഐഡിയയിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള മറ്റു 2 പ്രധാനപ്പെട്ട ആളുകളാണ് മേരി സ്റ്റോപ്സും മാർഗരറ്റ് സാങ്ങറും. ഈ നമ്മൾ UK-യിലുള്ള ആളുകൾക്ക് ഒരു പക്ഷേ പരിചയം ഉണ്ടാകും. മേരി സ്റ്റോപ്സ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത് UK-യിലെ ഏറ്റവും വലിയ അബോർഷൻ പ്രൊവൈഡർ ആണ്. അബോർഷനും കോൺട്രസെപ്ഷനും പ്രൊവൈഡർ ആണ്. മാർഗരറ്റ് സാങ്ങർ ആണ് അമേരിക്കയിലുള്ള പ്ലാൻ പാരന്റ്ഹുഡ് എന്ന് പറയുന്ന ലാർജസ്റ്റ് അബോർഷൻ പ്രൊവൈഡർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എഗെയിൻ ഞാൻ പറഞ്ഞു, ഈ ഓവർ പോപ്പുലേഷൻ എന്നുള്ള ഒരു ഐഡിയയിൽ നിന്ന് എങ്ങനെ കോൺട്രസെപ്ഷനും അബോർഷനും വരുന്നു എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു പിക്ചറാണ് നമ്മൾ ഇതിലൂടെ കാണാൻ ശ്രമിച്ചത്. പക്ഷേ ഇത് അതായത് കുറച്ചു പേർക്ക് മാത്രമാണ് ഈ ഒരു സമയത്ത് ഇതിനെപ്പറ്റി ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായത്. പക്ഷെ ഈ ഒരു ഐഡിയ ഇത്രയധികം പോപ്പുലർ ആയതിന്റെ കാരണക്കാരനാണ് പോൾ എർലിക് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക എക്കണോമിസ്റ്റ്, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. അദ്ദേഹം 1968 പോപ്പുലേഷൻ ബോംബ് എന്നും പറഞ്ഞുകൊണ്ടൊരു ബുക്ക് എഴുതി. അതിൽ ബേസിക്കലി പുള്ളി പറയുന്നത് ഇത്രേ ഉള്ളൂ: ദ ബാറ്റിൽ ടു ഫീഡ് ഓൾ ഓഫ് ഹ്യൂമാനിറ്റി ഈസ് ഓവർ. 1970-കളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് മരണത്തിലേക്ക് വീഴാൻ പോകുന്നത്. കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഇല്ല, വസ്ത്രം ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട്. അപ്പൊ ഈ ഒരു പുസ്തകത്തില് പ്രധാനമായിട്ടും ഇന്ത്യനെ പറ്റി പുള്ളി വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. കാരണം പുള്ളി പറഞ്ഞത് 1980-കളിൽ ഇന്ത്യയിൽ 200 മില്യൺ എന്ന് പറഞ്ഞ് 20 കോടി ആളുകൾക്ക് കൂടി എങ്ങനെ ഭക്ഷണം കൊടുക്കും എന്ന് അറിയത്തില്ല. എങ്ങനെ ഇത് സംഭവിക്കുന്നു പോൾ എർലിക്കിന് അറിയില്ല എന്ന് പുള്ളി എഴുതി വെച്ചു. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണല്ലോ. ഇത്തരത്തിൽ 1980-കളിൽ കോടിക്കണക്കിന് ആളുകൾ ഭക്ഷണം കിട്ടാണ്ട് മരിച്ചതായിട്ട് നമുക്കറിയാമോ? അങ്ങനെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ സംഭവിക്കാത്തതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് തോമസ് മാൽത്തൂസ് തൊട്ട് ചാൾസ് ഡാർവിൻ തൊട്ട് പോൾ എർലിക് വരെ എല്ലാവരും മനുഷ്യരെ മറ്റ് ജീവികളുമായിട്ട് കമ്പയർ ചെയ്ത് മറ്റ് ജീവികൾക്കുള്ള കപ്പാസിറ്റികളാണ് മനുഷ്യർക്കും ഉള്ളത് എന്നുള്ളൊരു ഫോൾസ് അസംഷനിലാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അതായത് മനുഷ്യർക്ക് ഉള്ള നൈസർഗിക കഴിവുകളെ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിട്ട് കാണാണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള തിയറികൾ ഇറക്കി വിട്ടത്. അപ്പൊ അതിലൂടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആളുകൾക്ക് പേടിയായി. കുറെ ആളുകൾ ഈ ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നു, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയ്ക്കണം, ഇനി എങ്ങനെ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അബോർട്ട് ചെയ്യണം, പിന്നെ കോൺട്രസെപ്ഷൻ ഉപയോഗിക്കണം ഇത്രയും കാര്യങ്ങൾ വളരെയധികം നമ്മുടെ സമൂഹത്തിൽ നോർമലൈസ്ഡ് ആയത്. അതുപോലെ തന്നെ 2 പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗർഭം നിർത്തണം, അതാണല്ലോ സ്റ്റെറിലൈസേഷൻ. ഇത്രയും കാര്യങ്ങൾ സമൂഹത്തിൽ നാട്ടുനടപ്പായതിന്റെ കാരണം ഇത്ര ആളുകളാണ്. മറ്റൊരു കാര്യം കൂടി നമ്മൾ പറയുന്നത് പറഞ്ഞാൽ 1970-കളിലാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം സംഭവിക്കുന്നത്, അതായത് ഗ്രീൻ റെവല്യൂഷൻ സംഭവിക്കുന്നത്. അപ്പോ നമ്മൾ ഹിസ്റ്ററി വായിച്ചവർ നമുക്കറിയാം, 4 ഇരട്ടിയോളമാണ് ഇന്ത്യയിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള ക്രോപ്പ് ഈൽഡ്, അതായത് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ധാന്യ വിളയുടെ 4 ഇരട്ടിയോളം നമുക്ക് ഈ ഹരിത വിപ്ലവം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അതുവഴി ഇന്ത്യയിൽ ഫുഡ് സെക്യൂരിറ്റി അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. ഓക്കെ. അപ്പോ ഇതാണ് ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഇനി നമ്മൾ നേരത്തെ കണ്ട ന്യൂസ് ആർട്ടിക്കിളിൽ ഉണ്ടായിരുന്നൊരു കാര്യമാണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. ഓക്കെ. ഇതൊരു നമ്മൾ ഈ പോപ്പുലേഷൻ ജനസംഖ്യയെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ്സ് എല്ലാം നമ്മൾ എടുക്കുന്നത് പോപ്പുലേഷൻ ഡെമോഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു സയന്റിഫിക് ശാഖയിൽ നിന്നാണ്. പോപ്പുലേഷൻ ഡെമോഗ്രാഫിക്സ്. അപ്പൊ അതിൽ ബേസിക്കലി പോപ്പുലേഷൻ സയന്റിസ്റ്റുകൾ പഠിക്കുന്നത് എങ്ങനെ പോപ്പുലേഷനുകൾ മാറി മറിയുന്നു, എങ്ങനെ ഇത് കൂടുന്നു, എങ്ങനെ കുറയുന്നു, അതിന്റെ പല ട്രെൻഡുകളും കാര്യങ്ങളുമാണ് പഠിക്കുന്നത്. അപ്പൊ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മെട്രിക് ആണ്, വളരെ പ്രധാനപ്പെട്ട ഒരു മെഷർമെന്റ് ആണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിൾ ആണ്. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ആൻ ആവറേജ് ശരാശരി ഒരു സമൂഹത്തിൽ സ്ത്രീകൾക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണമാണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് നമ്മുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫാമിലീസിൽ എത്രയാണെന്ന് നമുക്ക് ചുമ്മാ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതായത് ഇപ്പൊ എന്റെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ ഞാനും എന്റെ പെങ്ങളും, അപ്പൊ എന്റെ അമ്മയ്ക്കുള്ള ആവറേജ് കുഞ്ഞുങ്ങളുടെ എണ്ണം 2 ആണ്, അല്ലെ? ഞാൻ എന്റെ പെങ്ങള്, അപ്പൊ അവിടെ 2 ആണ് ഫെർട്ടിലിറ്റി റേറ്റ്. ഇനി എന്റെ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുമ്പോൾ എന്റെ അങ്കിൾമാർ, ആന്റിമാര്,
അവരുടെ മക്കളുടെ എണ്ണം നോക്കുമ്പോഴും ഈ പറയുന്ന 2.0 അല്ലെങ്കിൽ ഒരുപക്ഷെ അതിലേക്ക് താഴെ. കാരണം എൻ്റെ ആന്റിമാരുടെ കേസിൽ ഒരു ആന്റിക്ക് 3 പിള്ളേരുണ്ട്, ബാക്കി എല്ലാം 2 പിള്ളേരാണ്. അപ്പോ നമ്മൾ ഇത്തരത്തില് ഇന്ത്യയുടെ ഫെർട്ടിലിറ്റി റേറ്റ് നോക്കുകയാണെങ്കിൽ, ഞാനിപ്പോ കാണിച്ചിരിക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് 2020 നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയിൽ നിന്നുള്ള ഡാറ്റയാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും കേരളത്തിലുള്ള ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 1.8 ആണ്. അപ്പൊ ഇതില് പോപ്പുലേഷൻ ഡെമോഗ്രഫി ചെയ്യുന്ന സയന്റിസ്റ്റുകൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഒരു സമൂഹത്തില് സ്റ്റേബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ 2.1 ഫെർട്ടിലിറ്റി റേറ്റ് എങ്കിലും ഉണ്ടാകേണ്ടതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തില് 0.3 ആണ് കുറവ് ഈ ഒരു മിനിമം റീപ്ലേസ്മെന്റ് റേറ്റിൽ നിന്നും. ഇനി ഇന്ത്യയുടെ ആകെത്തുക നോക്കുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ 2.1-ൽ താഴെയാണ് ഇന്ത്യയുടെ ഫെർട്ടിലിറ്റി റേറ്റ്. ഓക്കെ, അപ്പോ ഇനി കേരളത്തിന്റെ അവസ്ഥ മാത്രമല്ല, ഈ സൗത്തിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇതാണ് അവസ്ഥ. ഒരുപക്ഷെ നിങ്ങൾ കുറച്ചു പേരെങ്കിലും പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്നവർ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതായത് എങ്ങാനും ലോക്സഭാ സീറ്റ്സിന്റെ ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, മധ്യപ്രദേശ്, ജാർഖണ്ഡ് തുടങ്ങിയ ഹിന്ദി ഹൃദയ സംസ്ഥാനങ്ങളിലുള്ള എംപിമാരുടെ എണ്ണം കൂടും. അങ്ങനെ ഒരു പ്ലാൻ BJP ചെയ്യുന്നതായിട്ട് ചില ന്യൂസ് ഏജൻസികളെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നടക്കുമോ ഇല്ലോ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതെങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ പിക്ചർ, ഇന്ത്യയിലുള്ള രാഷ്ട്രീയ പിക്ചർ, പൊളിറ്റിക്സിന്റെ ഒരു നേച്ചർ കണ്ടമാനം മാറിപ്പോകും. സദേൺ സ്റ്റേറ്റ്സിന് ഇത് കുറഞ്ഞു പോകും, പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ കുറഞ്ഞു പോകും. ഇതൊരു പൊളിറ്റിക്കൽ ആംഗിളിൽ കൂടി നമ്മൾ എങ്ങനെ നോക്കാം എന്നതാണ് ഞാൻ ഇതിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ അഡ്രസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് നമുക്ക് ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടോ? ഇപ്പൊ 840 കോടിയോളം ആളുകൾ ഭൂമിയിലുണ്ട്. ഞാനിപ്പോ കാണിച്ചിരിക്കുന്നത് ജേർണൽ ഓഫ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു റിസർച്ച് ജേർണലിൽ നിന്നുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. ഇത് 2012-ൽ പബ്ലിഷ് ആയതാണ് കേട്ടോ. അതായത് ഏകദേശം 12 കൊല്ലം മുമ്പ് പബ്ലിഷ് ആയതാണ്. വി ഓൾറെഡി ഗ്രോ ഇനഫ് ഫുഡ് ഫോർ 10 ബില്യൺ പീപ്പിൾ. 10 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കോടി. യെസ്, 840 കോടി ആളുകളാണ് ഇപ്പോ ലോകത്തുള്ളത്. 1000 കോടിക്കുള്ള ഭക്ഷണം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഇന്ത്യൻ വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചില ന്യൂസ് ആർട്ടിക്കിളെങ്കിലും കാണുന്നതാണ്. നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCI ഗോഡൌണുകളിൽ എത്ര അധികം ടൺ ഭക്ഷണമാണ് വെറുതെ നശിച്ചു പോകുന്നത്, ആരാലും ഉപയോഗിക്കപ്പെടാണ്ട് നശിച്ചു പോകുന്നത് എന്നതിനെ പറ്റിയുള്ള ന്യൂസുകൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഭക്ഷണം ഉണ്ട്. പക്ഷെ ഇപ്പോഴും ആളുകൾ പട്ടിണിയിൽ മരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കാം? ഈ ആവശ്യക്കാർക്ക് ഈ ഭക്ഷണം എത്തുന്നില്ല. അപ്പോൾ അവിടെ ലോജിസ്റ്റിക്സ് ആണ് പ്രശ്നം, അവിടെ അഴിമതിയാണ് പ്രശ്നം, അല്ലാണ്ട് ഭക്ഷണം ഇല്ലാത്തത് അല്ല. ഇനി മറ്റൊരു ചോദ്യം പലപ്പോഴും ആളുകൾ ചോദിക്കുന്നതാണ്, ഇസ് ദർ ഇനഫ് ലാൻഡ് ഏരിയ? നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള സ്ഥലം ഭൂമിയിലുണ്ടോ എന്നുള്ളത്. ഈ ഒരു ഇമേജിൽ നമ്മൾ കാണുന്നത് ഈ മഞ്ഞയായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം ലോകത്തിന്റെ 50% പോപ്പുലേഷൻ ഈ മഞ്ഞയായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്താണുള്ളത്. ഓക്കെ, അപ്പോ മറ്റൊരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാല് അത്രയധികം കാലിയായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ലോകത്ത്. ഇത് പലപ്പോഴും നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ നമ്പറുകൾ കോംപ്രിഹെൻഡ് ചെയ്യാൻ അല്പം പാടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇമേജുകൾ അല്ലെങ്കിൽ വീഡിയോസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഡേറ്റ നമ്മൾ കണ്ടാൽ മാത്രമാണ് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഒരു ക്ലാരിറ്റി വരത്തുള്ളൂ. ഈ വലിയ നമ്പറുകളെ കോംപ്രിഹെൻഡ് ചെയ്യാൻ പൊതുവെ മനുഷ്യ ബ്രെയിനുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് ഞാൻ അവർ വേൾഡ് ഇൻ ഡേറ്റ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു മെട്രിക് ആണ്, ഒരു ഡേറ്റ ആണ്. അതായത് ഇൻക്രീസിങ് അഗ്രികൾച്ചറൽ yields. ഈ ഹരിത വിപ്ലവം ഞാൻ പറഞ്ഞല്ലോ, ഹരിത വിപ്ലവത്തിന് ശേഷം സംഭവിച്ചൊരു കാര്യമാണ്, നമ്മൾ ആകെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ധാന്യങ്ങൾ കണ്ടമാനം കൂടി. ഓക്കെ, അതായത് നമ്മുടെ ലാൻഡ് ഏരിയ കൂടിയിട്ടില്ല, നമുക്ക് ലാൻഡ് ഏരിയ ഉള്ളതിൽ തന്നെയും നമുക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു നമ്മുടെ ടെക്നോളജി കാരണം എന്നുള്ളതാണ് അവിടെ സംഭവിച്ചത്. ഇനി നമ്മൾ മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ നമുക്ക് സ്ഥലത്തിന്റെ പരിമിതി നമ്മൾ പണ്ടേ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരമാണ് അംബരചുംബികൾ അല്ലെങ്കിൽ സ്കൈ സ്ക്രേപ്പേഴ്സ്. അതായത് ഏകദേശം ലോകത്തിന്റെ 55% ആളുകളും ഇന്ന് ഒരു ഏർബൻ ഏരിയയിലാണ് താമസിക്കുന്നത്. അതായത് നഗരപരിധിയിലാണ് ഈ 55% ആളുകളും താമസിക്കുന്നത്. ഇനി ഈ ഒരു ശതമാനം 2045 കൂടി കൂടുകയേ ഉള്ളൂ, കുറയത്തില്ല.
നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ എന്റെ നാട് എറണാകുളം വൈപ്പിനാണ്, ഒരു ഗ്രാമമാണ്. പക്ഷെ നല്ല ജോലി സാധ്യതകൾ, നല്ല വിദ്യാഭ്യാസ സാധ്യതകൾ തേടിയാണ് ഞാൻ ബാംഗ്ലൂർക്ക് വന്നത്. ഇതുപോലെ നമുക്ക് ഒരുപക്ഷെ എല്ലാ മലയാളികൾക്കും പറയാൻ ഉള്ളൊരു ഒരു കഥയാണിത്. അപ്പൊ നമ്മളെല്ലാവരും നല്ല അവസ്ഥകൾ തേടി സിറ്റികളിലേക്ക് പോകുന്നതാണ്. അപ്പൊ ഇനി ഈ സിറ്റികളിലാണെങ്കിലോ നമുക്ക് വളരെ ഡെൻസ്ലി പാക്ഡ് ആയിട്ടുള്ള അവസ്ഥകൾ നമുക്കുണ്ട്. അപ്പൊ അവിടെ ആളുകള് സർവീസസ്, ചിലർക്കെങ്കിലും സർവീസ് ആക്സസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമ്മുടെ ദൈനംദിന ജീവിതം നിന്നു പോകുന്ന തരത്തില് ലാക്ക് ഓഫ് റിസോഴ്സസ് ഉണ്ടാകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ്, അതായത് ഈ തോമസ് മാൽത്തൂസും അതുപോലെ ചാൾസ് ഡാർവിനും അതുപോലെ ഈ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത, അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കാതിരുന്ന ഒരു കാര്യമാണ് ഇതിൽ കാണുന്നത്. അതായത് മനുഷ്യന്റെ കപ്പാസിറ്റി ടു ഇന്നോവേറ്റ്. നമ്മൾ ഈ ഒരു ഇമേജിൽ നമ്മൾ കാണുന്നുണ്ട് പണ്ടുണ്ടായിരുന്ന ടെക്നോളജികളും നമുക്ക് ഇപ്പോൾ ഉള്ള ടെക്നോളജികളും. അപ്പോൾ ഈ ഒരു ടെക്നോളജികൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ദൈവത്തിനുള്ള ക്രിയേറ്റീവ് പവർ ഉണ്ടല്ലോ. അതായത് ദൈവത്തിന് ഈ ലോകം സൃഷ്ടിച്ച ദൈവത്തിന്റെ സൃഷ്ടി കർമ്മത്തിലാണ് നമ്മൾ പങ്കുകാരാവുന്നത്, മനുഷ്യർ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് വഴി. അപ്പോൾ അത് ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു നേച്ചറിന്റെ ഭാഗമാണ്. നമ്മൾ ആദ്യം തുടങ്ങിയ ബൈബിൾ വേഴ്സ് എന്തായിരുന്നു? തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇത് ദൈവത്താലെ നമുക്ക് പകർന്നു തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കാണ്ട് മറ്റ് ജീവിവർഗത്തെ പോലെ തന്നെയാണ് അവര് മനുഷ്യരെയും കണ്ടിരിക്കുന്നത്. അവിടെയാണ് അവർക്ക് തെറ്റുപറ്റിയതും ഇത്തരത്തിലുള്ള ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടായിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യം കണ്ട ഒരു കാര്യമാണ്, അതായത് ജപ്പാൻ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിൽ പോപ്പുലേഷൻ കൊളാപ്സ് ഉണ്ടാകുന്നു എന്നുള്ളത്. അതായത് നമ്മൾ ഈ ഒരു ഗ്രാഫിലൂടെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതായത് ആദ്യത്തെ ജനറേഷനിൽ 5 കപ്പിളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ 5 കപ്പിളുകൾക്കും ഓരോ കുഞ്ഞു വീതമാണ് ജനിച്ചതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ആളുകളുടെ എണ്ണം കുറയുന്നത് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ കാണാൻ പറ്റും. അതായത് ഫസ്റ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് പാരന്റ്സിന്റെ ജനറേഷനിൽ 5 കപ്പിൾസ് ഉണ്ടായിരുന്നു. മെയിൽ ഫീമെയിൽ എന്നുള്ളത് ഒരു കപ്പിളാണ്. അതുപോലെ 5 കപ്പിൾസ് ഉണ്ടായിരുന്നു. ഇവർക്ക് എല്ലാവർക്കും ഒരു കുഞ്ഞു വെച്ചാണ് ജനിച്ചതെങ്കിൽ അടുത്ത ജനറേഷൻ വരുമ്പോഴത്തേക്കും 3 പിള്ളേരായി. അടുത്ത ജനറേഷൻ വരുമ്പോഴത്തേക്കും 1 ആയി. അതിന്റെ അടുത്ത ജനറേഷൻ വരുമ്പോഴത്തേക്കും ഈ ഒരു അവസ്ഥ നമ്മൾ കേരളത്തിൽ നിന്ന് കാണുന്നുണ്ട്. അതായത് പലപ്പോഴും നമ്മൾ ന്യൂസിൽ കേൾക്കാറുണ്ട്, നമ്മുടെ പല യുവാക്കന്മാർക്കും കല്യാണം കഴിക്കാനായിട്ട് സ്ത്രീകളില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരില്ലാത്ത അവസ്ഥ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പോപ്പുലേഷൻ കൊളാപ്സിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ എല്ലാത്തിന്റെ റൂട്ടിൽ കിടക്കുന്ന ഒരു മെന്റാലിറ്റിയാണ് ഈ കോൺട്രസെപ്റ്റീവ് മെന്റാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഇത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. അതായത് ഓരോ പുതിയ കുഞ്ഞ് ജനിക്കുമ്പോഴും നമ്മൾ പൊതുവെ ചിന്തിക്കാറുള്ളത് എന്താണ്? ഓ ദൈവമേ, ആ കൊച്ചിനെ നമുക്ക് എങ്ങനെ പോറ്റാൻ പറ്റും, ആ കൊച്ചിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ ഓരോ പുതിയ കുഞ്ഞ് ജനിക്കുമ്പോഴും ആ കൊച്ചിന് സ്നേഹിക്കാനായിട്ടുള്ള ഒരു ഹൃദയമുണ്ടെന്നും, ആ കൊച്ചിന് വർക്ക് ചെയ്യാനായിട്ടുള്ള കൈകളും കാലുകളും ഉണ്ടെന്നും, ആ കൊച്ചിന് ഇന്നോവേറ്റ് ചെയ്യാനായിട്ടുള്ള, കൊച്ചെന്ന് പറയുമ്പോൾ കൊച്ചു വളർന്നു വന്നു കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും ആ ഒരു അവസ്ഥയിൽ ആ കൊച്ചിന് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ബ്രെയിൻ കപ്പാസിറ്റി ഉണ്ടെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോൺട്രസെപ്റ്റീവ് മെന്റാലിറ്റിയിലേക്ക് നമ്മൾ ആയി പോയി കഴിഞ്ഞാൽ ഓരോ കുഞ്ഞും ഒരു ബേർഡനായി മാറും. അത്തരത്തിലൊരു ബേർഡനായി മാറുന്ന ഒരു അവസ്ഥയിലാണ് പ്രഗ്നൻസി പലപ്പോഴും നമുക്ക് ഡിസീസ് ആയി മാറുന്നത്, ഒരു രോഗാവസ്ഥ പോലെ ആവുന്നത്. അപ്പൊ ആ രോഗം വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കോൺട്രസെപ്ഷൻ ഉപയോഗിക്കാൻ നോക്കും. കോൺട്രസെപ്ഷൻ ഫുൾ ടൈം വർക്ക് ചെയ്യത്തില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ബാക്കപ്പ് പ്ലാനാണ് അബോർഷൻ. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണെന്നുള്ളതിന്റെ ഒരു വലിയൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ഈ കാണുന്നത്. പിന്നെ ഈ പോപ്പുലേഷൻ കൊളാപ്സിന്റെ കേസിൽ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 2 പിള്ളേര് മതി, 3 പിള്ളേര് മതി എന്ന് നമ്മൾ ചിലരൊക്കെ വാശി പിടിക്കുന്നവർ ഒരുപക്ഷെ ഉണ്ടാകാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തെ എൻറിച്ച് ചെയ്യുന്ന കാര്യമാണ്. അതായത് കൂടുതൽ ഊഷ്മളമാക്കുന്ന കാര്യമാണ് കുട്ടികളുടെ ഒരു പ്രസൻസ് എന്നുള്ളത്. അത് ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ഞാന് കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ കൂടെ ബാംഗ്ലൂരാണ്. എന്റെ പെങ്ങള് കല്യാണം കഴിഞ്ഞ് അവള് UP-യിലാണ്. അപ്പോൾ എന്റെ വീട്ടിൽ അപ്പയും അമ്മയാണ് ഉള്ളത്. അപ്പോൾ അമ്മയ്ക്ക് ഒരു പക്ഷേ അന്നത്തെ കാലത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ കൂടി സ്വീകരിക്കണം. പക്ഷെ അന്നത്തെ സാഹചര്യങ്ങള്, അപ്പയുടെ താല്പര്യക്കുറവ് എല്ലാം കൊണ്ട് രണ്ടിൽ നിർത്തേണ്ടി വന്നു. അപ്പൊ ഇന്ന് അമ്മ കടന്നു പോകുന്ന ഒരു വലിയൊരു ലോൺലിനെസ് ഉണ്ട്, ഒരു ഏകാന്തതയുണ്ട്. ഇത് തന്നെയാണ് കേരളത്തിലുള്ള പല കുടുംബങ്ങളിലും പല അമ്മമാരുടെ അവസ്ഥകൾ. അപ്പോ ഇത്തരത്തിലുള്ള പല അവസ്ഥകളും ഈ ഒരു കോൺട്രസെപ്റ്റീവ് മെന്റാലിറ്റിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ ഒരു ദൈവവചനമായിട്ട് ഒരു ദൈവവചനമായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇതുപോലെ ഒരു ദൈവവചനമായിട്ട് നമ്മൾ എൻഡ് ചെയ്യുന്നു.
ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തെയും ഭൂമിയെയും ഞാൻ ഇന്ന് നിനക്കെതിരായി സാക്ഷിയാക്കുന്നു. നീയും നിന്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കുക. ചൂസ് ലൈഫ് സോ ദാറ്റ് യു ആൻഡ് യുവർ ഡിസെൻഡൻസ് മൈറ്റ് ലിവ്. നിയമാവർത്തനം 30:19. Q&Aയിലേക്ക് കടക്കാം നമുക്ക്. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ഇട്ടായിരുന്നു, അതിന് ചേട്ടായി പിന്നീട് മറുപടി പറയാന്ന് പറഞ്ഞായിരുന്നു. യെസ് ഞാന് റേപ്പിന്റെ കേസ് ഞാന് സംസാരിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പിന്നീട് ചോദിക്കാവുന്നതാണ്. പിന്നെ ഇഫ് ദ ബേബി ഈസ് ഫെർട്ടിലൈസ്ഡ് ഇൻ ട്യൂബ് ഇൻസ്റ്റെഡ് ഓഫ് യൂട്രസ് ദാറ്റ് ടൈം നോർമലി അഡ്വൈസ്ഡ്, അത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ട്യൂബുലർ പ്രഗ്നൻസി അഥവാ എക്ടോപിക് പ്രഗ്നൻസി എന്നാണ് പറയുക അതിനെ. അതായത് ബേബീസ് ഫെർട്ടിലൈസ്ഡ് ട്യൂബ് അല്ല, ഫെർട്ടിലൈസേഷൻ എപ്പോഴും ട്യൂബിലാണ് സംഭവിക്കുക. ഇംപ്ലാന്റേഷൻ ട്യൂബിൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ട്യൂബിനെ റിമൂവ് ചെയ്യേണ്ടി വരും. അല്ലാണ്ട് കുഞ്ഞിന് സർവൈവ് ചെയ്യാനുള്ള വഴിയില്ല. അത് മാത്രമല്ല, നമ്മളത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ അമ്മയ്ക്ക് ബ്ലീഡിങ് വഴി ജീവൻ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ടെന്ന് വരാം. റേപ്പ് ചെയ്യപ്പെട്ട ഒരു പ്രഗ്നന്റ് ആയ ഒരു പെൺകുട്ടിയെ പാർട്ട്ണറായി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എത്ര ആളുകൾ? ഈ ഒരു ചോദ്യത്തെ പറ്റി ചിന്തിക്കുമ്പോഴല്ലോ, നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളാണല്ലോ. നമ്മളെല്ലാവരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശരിക്കും ക്രിസ്ത്യാനിറ്റി ഒരു ഗ്രേസ് ബേസ്ഡ് റിലീജിയൻ ആണ്. അതായത് നമ്മളുടെ ധാർമ്മികത എല്ലാം വരുന്നത് എവിടെ നിന്നാണ്? കർത്താവിൽ നിന്നാണ്. കർത്താവിന്റെ കുരിശുമരണത്തിൽ നിന്നാണ് നമുക്ക് ജസ്റ്റിഫിക്കേഷൻ ഉള്ളത്, നമുക്ക് നീതീകരണം ഉള്ളത്, അല്ലെ? അപ്പോ ഇത്തരത്തിലൊരു കൃപയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമെങ്കിൽ ഏതൊരവസ്ഥയിലൂടെ കടന്നു പോയ ആൾക്കും ആ ഒരു കൃപ ലഭിച്ച് പുതിയൊരു മനുഷ്യനായി തിരിച്ചു വരാൻ സാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? ചിന്തിക്കേണ്ടതാണ്. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. അതായത് ഇപ്പൊ ഒരു റേപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിക്ടിം ആയ ഒരു പേഴ്സന്റെ ലൈഫ് എന്ന് പറയുമ്പോൾ, ഇപ്പൊ ആ ഒരു ഇൻസിഡൻസിൽ ഒരു ആണോ ഒരു പെണ്ണോ ഇൻക്ലൂഡ് ആണെങ്കിൽ പോലും മാനഹാനിയും ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കുന്നത് ഈ പെണ്ണിന്റെയോ അല്ലെങ്കിൽ പെണ്ണിന്റെയോ വീട്ടുകാരുടെയാണ്. എനിക്കറിയാവുന്ന 2 വ്യക്തികളുടെ ജീവിതം വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അതിലൊരു ജീവിതം എന്ന് പറഞ്ഞാൽ അവര് തീർത്തും ആത്മഹത്യ ചെയ്യണോ വേണ്ടിയോ എന്നുള്ള കണ്ടീഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അത് ഈ പറഞ്ഞ പ്രഗ്നൻസി ലെവൽ എത്തിയില്ലെങ്കിൽ പോലും അവരുടെ സിറ്റുവേഷൻ അതേപോലെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ സമൂഹത്തിൽ നിന്നും വീട്ടുകാരിൽ നിന്നും എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്ന കണ്ടീഷൻ, അവരുടെ സിറ്റുവേഷൻ അതായിട്ട് പോലും. അപ്പൊ അതിനുപരിയാണ് ഒരു അബോർഷന്റെ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസിയുടെ സ്റ്റേജ് വരുന്നത്. ആ സമയത്ത് ഒരാൾ പ്രഗ്നന്റ് ആവുക എന്ന് പറയുമ്പോൾ അതിനെ സമൂഹത്തിൽ എത്രത്തോളം മാനഹാനി സംഭവിക്കും എന്നുള്ളത് ഊഹിക്കാവുന്നുള്ളൂ. അപ്പൊ ആ ഒരു സമയത്ത് അവർക്ക് ചിലപ്പോ അവരുടെ ഫാമിലിനെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു നോട്ടത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു അബോർഷൻ ചെയ്യുക എന്നല്ലാണ്ട് അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. രണ്ടാമത്തെ കേസ് ഈ പറഞ്ഞോണം ചേട്ടായി അതിലൊരു സൂചന തന്നിരുന്നു, അങ്ങനെയുള്ളവർക്ക് സേഫ് ആയിട്ട് വേറൊരു സോണിൽ കൊണ്ടുപോയിട്ട് അവരെ പ്രഗ്നന്റ് ചെയ്ത് ഡെലിവറി ചെയ്യുന്ന ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നു. ഇതേപോലെ ഒരു സ്റ്റോറിയും ഉണ്ട്. അതായത് ഇങ്ങനെ പ്രഗ്നന്റ് ആയ ഒരു ആള് പിന്നീട് വേറൊരാളെ കല്യാണം കഴിച്ചു, ഈ കുട്ടീനെ അഡോപ്റ്റ് എന്തോ ചെയ്തു. പക്ഷെ പിന്നീട് ഇങ്ങനെ ഒരു പ്രഗ്നൻസി നടന്നു എന്നുള്ള കാര്യം പിന്നീട് ലൈഫിൽ അറിഞ്ഞു. ആരൊക്കെയോ അറിഞ്ഞിട്ട് പിന്നീട് അവരുടെ ലൈഫ് ഭയങ്കര ദുഷ്കരമായിരുന്നു. അവര് മരിക്കും വരെ ആ ഒരു പഴിചൊല്ലലും ഈ പറഞ്ഞ അതുമായിട്ട് ബന്ധപ്പെട്ട അക്രമങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കും. അത് അവർക്ക് തിരുത്താൻ പറ്റുന്ന ഒന്നല്ല. അതേസമയം ആ ഒരു അബോർഷനിലേക്ക് കഴിഞ്ഞായിരുന്നെങ്കിൽ ഒരു പക്ഷേ നോട്ട് ഷുവർ എങ്കിലും അങ്ങനെ ഒരു പോസിബിലിറ്റി നമുക്ക് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്റെ മനസ്സിൽ തോന്നിയ കാര്യം, ഇപ്പൊ ലേഡീസിന്റെ അടുത്ത് പറയുന്നു പ്രഗ്നൻസി അല്ലെങ്കിൽ അബോർഷൻ എന്നുള്ള സംഭവം തെറ്റാണ്, അത് ചെയ്യരുത് എന്ന് പറയുന്നതോടൊപ്പം ഇങ്ങനെ സാഹചര്യത്തിൽ വന്ന ഒരാളെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു റേപ്പ് അറ്റൻഡ് ചെയ്തു അല്ലെങ്കിൽ എങ്ങനെ ജീവിതം നശിക്കുന്ന ഒരു കുട്ടീനെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു ബോധവൽക്കരണം എന്തുകൊണ്ട് ആൺകുട്ടികൾക്ക് നടക്കുന്നില്ല? ഒരു ക്ലാസ്സിലോ ഒരു സെമിനാറിലോ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല. ഞാൻ കുറ്റപ്പെടുത്തല്ല, ചർച്ച ചെയ്ത് കാണുന്നില്ല. പക്ഷെ നമ്മൾ ഒരു സൈഡിലേക്ക് മാത്രം ഒരു പ്രഷർ കൊടുക്കുന്നു, മറു സൈഡിൽ നമുക്ക് അവരെ റിക്കവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് നമ്മൾ കൂടുതൽ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. സുഹൃത്തെ, ഈ റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് തന്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ നിഷ്ഠൂരമായി കൊന്നുകൊണ്ട് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ എത്രത്തോളം റിസർച്ച് നടന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ പുറത്തുനിന്നുള്ള റിസർച്ചുകളിൽ നിന്ന് കാണുന്നത് സ്ത്രീകൾ ഒരുപക്ഷെ അവര് ഫേസ് ചെയ്തിരിക്കുന്ന റേപ്പിൽ നിന്ന് കാലത്തിന്റെ പൂർണ്ണതയിൽ അവർക്കൊരു ഹീലിംഗ് കിട്ടിയേക്കാം. പക്ഷെ അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, 2 സ്ത്രീകളെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരു സ്ത്രീക്ക് 2 പേരും റേപ്പ് ചെയ്യപ്പെട്ടു, അതുപോലെ 2 പേരും പ്രഗ്നന്റ് ആയി. ആദ്യത്തെ സ്ത്രീയോട് സമൂഹം പറഞ്ഞു അബോർഷൻ മാത്രമാണ് ഒരു രക്ഷ, വേറൊരു കാര്യവും
ചെയ്തിട്ട് കാര്യമില്ല, അത് മാത്രമാണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ സ്ത്രീയോട് കുറച്ചു പേരെങ്കിലും ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്ത് ആ പ്രഗ്നൻസി പൂർത്തിയാക്കാനും ആ കുഞ്ഞിനെ അഡോപ്ഷനിൽ പ്ലേസ് ചെയ്യാനുമായിട്ടുള്ള ഒരു സപ്പോർട്ട് ആ സ്ത്രീക്ക് കൊടുത്തു. ഇവർ രണ്ടുപേരും ഈ ഒരു പ്രോസസ് എല്ലാം കഴിഞ്ഞ് മുന്നോട്ട് ജീവിച്ചു. 10 കൊല്ലം 15 കൊല്ലം മുന്നോട്ട് ജീവിച്ചു. ഈ രണ്ട് സ്ത്രീകളിലും ഏത് സ്ത്രീക്കാണ് ബെറ്റർ മെന്റൽ ഹെൽത്ത് ഉണ്ടാവുക? അത് ഈ പറഞ്ഞ രണ്ടാമത്തെ കുട്ടിക്കായിരിക്കും. തീർച്ചയായിട്ടും അവരുടെ ലൈഫ് ഇത്തിരി കൂടി ബെറ്റർ ആയിരിക്കും. പക്ഷെ അപ്പോഴും ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, അവർക്കൊരു ദാമ്പത്യ ജീവിതം. ഒരു സെക്കൻഡ്. ഓക്കെ. എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറയുന്നത്? ഇവിടെയാണ് അതെന്തുകൊണ്ടാന്ന് ഇതിന്റെ വെച്ചാൽ ഒരു അവർക്കൊരു പ്രധാനപ്പെട്ട ചെറിയൊരു പോയിന്റ് വരുന്നത്. അവർക്കൊരു ചെറിയൊരു അതായത് സാറ്റിസ്ഫാക്ഷൻ, ജീവൻ ഇത് നശിപ്പിച്ചിട്ടില്ലോ എന്നൊരു സാറ്റിസ്ഫാക്ഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും അവർക്ക്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അതായത് റിസർച്ച് എവിഡൻസ് പറയുന്നത് ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ അല്ല. എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും എന്റെ സ്വന്തം കുഞ്ഞിനെ എനിക്ക് കൊല്ലേണ്ടി വന്നില്ലല്ലോ എന്നുള്ള വലിയ സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, മറ്റേ നമ്മൾ പറഞ്ഞ തീർച്ചയായും. ആദ്യത്തെ സ്ത്രീയുടെ കേസിൽ നമ്മൾ എത്രയൊക്കെ ക്ലംബ് ഓഫ് സെൽസ് എന്നോ അല്ലെങ്കിൽ അബോർഷൻ എത്രയൊക്കെ നോർമലൈസ് ചെയ്ത് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി ഇതിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന അവസ്ഥകൾ ആ സ്ത്രീക്ക് അറിയാം. സുഹൃത്ത് രണ്ടാമത്തെ ചോദ്യത്തിൽ പറയാൻ ശ്രമിക്കുന്നത്, അബോർഷൻ ഒരു സോഷ്യൽ പ്രോബ്ലം ആണ് എന്ന് ഞാൻ എഗ്രി ചെയ്യുന്നു. അതായത് പല സ്ത്രീകളും ഇതിലോട്ട് പോകുന്നത് സമൂഹത്തിന്റെ പ്രഷറിലൂടെയാണ്. പക്ഷെ ഇവിടെ ഉള്ളൊരു അസംഷൻ, ഇവിടെ ഒരു അനുമാനം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ പ്രാവശ്യവും റേപ്പ് ചെയ്യപ്പെട്ടാൽ അത് നാട്ടുകാരറിയും, അതുപോലെ അത് ലോകം മൊത്തം അറിയും, അത് പാട്ടാകും, അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു അനുമാനം എനിക്ക് തോന്നുന്നു തെറ്റായ ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഇന്നത്തെ നമ്മുടെ നിയമം, നമ്മുടെ ലീഗൽ സിസ്റ്റവും കാര്യങ്ങളും ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി വളരെ സ്ട്രോങ് ആക്കി കീപ്പ് ചെയ്ത് പ്രൈവസി കീപ്പ് ചെയ്ത് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇനി അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാല്, should we make it easy for the raped victim to abort her child, or should we do something which is a non-violent response? അത് തീർച്ചയായിട്ടും ചേട്ടായി മറ്റൊരു പറഞ്ഞത് കാര്യം, രണ്ടാമത്തെ ഓപ്ഷൻ തന്നെയാണ് ശരി. ഞാൻ ചോദിക്കുന്നത്, അതായത് ഞാനിപ്പോ അബോർഷനെ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നതല്ല. അപ്പൊ ഇപ്പൊ സപ്പോസ് അബോർഷൻ ചെയ്തില്ല എന്ന് വെക്കുക. സപ്പോസ് അബോർഷൻ ചെയ്യാത്ത ഒരു വ്യക്തിക്ക് തുടർന്ന് ഒരു ജീവിതത്തിന് കൊടുക്കാൻ തയ്യാറാവുന്ന എത്ര വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും? ഒരു മിനിറ്റ് ആൻസർ ഞാൻ പറയാം. ഓക്കെ ഓക്കെ ഈ സോറി സുഹൃത്ത്, എൻ്റെ പേര് ഡിനോ. ഞാൻ ആൻസറിന്റെ ടീമിലുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് അബോർഷൻ ചെയ്തൊരു വ്യക്തി പ്രഗ്നന്റ് ആകാതിരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം ആ സ്ത്രീ ഓൾറെഡി പ്രഗ്നന്റ് ആണ്, അതിനൊരു മാറ്റവും ഇല്ല, അല്ലേ? അബോർഷൻ ചെയ്തുകൊണ്ട് റേപ്പ് സംഭവിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. കഴിഞ്ഞുപോയി. കറക്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. ഒന്നെങ്കിൽ ഒരു കൊച്ചിനെ കൊല്ലാം, അല്ല അതിന് ജന്മം കൊടുക്കാം. ഈ രണ്ട് ഡിഫറൻസ് അവിടെ വരുന്നുള്ളൂ, അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോ അബോർഷൻ ചെയ്തുകൊണ്ട് ഈ സ്ത്രീ പിന്നെ പ്രഗ്നന്റ് ആയില്ല എന്ന് ബാക്കി ആരും അറിയത്തില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല, തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഒരു കുഞ്ഞിന്റെ സൈഡിൽ നിന്നാണ്. ഓക്കെ, ഒരു കുഞ്ഞെന്ന് പറഞ്ഞ ഒരു മനുഷ്യ ജീവനാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നോ? തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, ആ കുഞ്ഞിനും ജീവിക്കാനുള്ള അവകാശമുണ്ടോ? ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, അപ്പം ഒരു മനുഷ്യ ജീവന്റെ ഏറ്റവും ബേസിക് അവകാശമാണ് ജീവിക്കാനുള്ള അവകാശം. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അബോർഷൻ ചെയ്തുകൊണ്ട് പ്രഗ്നന്റ് ആകാതിരിക്കുന്നില്ല. ഓക്കെ, ഏറ്റവും ബേസിക് റൈറ്റ് കുഞ്ഞിന് ഫോർ എക്സാമ്പിൾ കേട്ടോ, തമാശക്ക് പറയാണ്, എന്റെ പപ്പ ഒരു മോശം വ്യക്തിയാന്ന് ഇരിക്കട്ടെ, എക്സാമ്പിൾ. ഓക്കെ, എന്നോട് പറയാണ് എന്റെ അപ്പൻ മോശമായോണ്ട് ഞാൻ പിണറിനെ കൊല്ലാൻ തീരുമാനിച്ചു. ശരിയാണോ? ശരിയല്ല. അബോർഷനിൽ നമ്മൾ എന്താ പറയുന്നത്? ഇത് തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അങ്ങനെ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇത് പിന്നെ ഈ പറഞ്ഞ ഒരു നാണക്കേടെന്ന് പറഞ്ഞത് ഇന്ത്യയിലുള്ള പ്രശ്നമാണ്. നമ്മളൊന്ന് യൂറോപ്പിലേക്ക് പോയി നോക്കുക, ഇതിനൊന്നും ആരും ബോധർ ചെയ്യത്തോലും ഇല്ല. ഓക്കെ, അവിടെ ഇതൊരു പ്രശ്നമേ അല്ല. റേപ്പ് ചെയ്യാൻ ഗ്ലോറിഫൈ അല്ല അവിടെ. ഇങ്ങനെ ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം UK ജോലിക്ക് പോയിരുന്നു. UK ജോലിക്ക് പോയപ്പോഴത്തേക്ക് എൻ്റെ കളിക്കൊരു പെങ്കൊച്ച്
പെട്ടെന്ന് വന്ന് പറഞ്ഞു, ഗൈസ് ഇറ്റ് ഈസ് ഒഫീഷ്യൽ. പെണ്ണ് ഒരു കല്യാണം കഴിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. ഒഫീഷ്യൽ. ഭയങ്കര സന്തോഷത്തോടെ ഒരു വലിയ വാർത്ത അവർ പ്രഘോഷിക്കുക. ഞാൻ പറഞ്ഞു, എന്ത് വാട്ട് ഹാപ്പൻ ഐ ആം പ്രഗ്നന്റ് എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ പ്രഘോഷിച്ചു. ഞാൻ ഇങ്ങനെ ഞെട്ടിപ്പോയി. അപ്പം അവിടെ ഇത് വളരെ നോർമലായിട്ടുള്ള സംഭവം. ഞാൻ അതിനെ ഗ്ലോറിഫൈ ചെയ്ത് പറഞ്ഞല്ല. ഇന്ത്യൻ സമൂഹത്തിലാണ് ഇങ്ങനൊരു പ്രശ്നമുള്ളത്. ഓക്കെ, നമ്മുടെ ഈ ബാക്കിയുള്ളവരുടെ കാഴ്ചപ്പാടും പ്രശ്നങ്ങളും എല്ലാം. അപ്പം നമ്മൾ അമ്മയുടെ ആരോഗ്യം, അമ്മയുടെ മാനസികാവസ്ഥ, ഓക്കെ, കുഞ്ഞിന്റെ ജീവൻ എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ കുഞ്ഞിന്റെ ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് അഡോപ്ഷന് കൊടുക്കുക. അഡോപ്ഷന് കൊടുത്തതിന് ശേഷം, ഓക്കെ, ഈ ഒരു റേപ്പ് സംഭവിച്ച കാര്യം ശരിക്കും പറഞ്ഞാൽ പറയുന്നതാണ് നല്ലത്. പക്ഷെ പറഞ്ഞില്ലെങ്കിലും ഭാവിയിൽ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളിപ്പോ റേപ്പ് എന്ന് പറയുമ്പോൾ സംഭവം നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആ പെണ്ണിന് ഒരു ലൈംഗിക ബന്ധം ഉണ്ടായിരുന്നു, ഒരു കൊച്ചുണ്ടായി, അതാണ് റേപ്പ് അല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എത്രയോ സ്ത്രീകൾ റേപ്പ് അല്ലാതെ ഇതേ കാര്യത്തിലൂടെ കടന്നുപോയി പ്രഗ്നന്റ് ആയി ഒന്നും പറയാതെ വിവാഹം കഴിക്കുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടാകാം. ഇത് തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? അറ്റ്ലീസ്റ്റ് ഈ പെണ്ണിന്റെ കാര്യത്തില് അവള് ചെയ്യാത്തൊരു കുറ്റത്തിന് വേണ്ടി അവള് സ്വന്തം ഒരു കുഞ്ഞിനെ സാക്രിഫൈസ് ചെയ്യാതെ അതിന് ജീവൻ നൽകി ഒരു നന്മയിലൂടെയാണ് കല്യാണത്തിലേക്ക് പ്രവേശിക്കുന്നത്, പറഞ്ഞില്ലെങ്കിൽ പോലും. എന്നാലും ബാക്കിയുള്ളവർ എന്താ ചെയ്യുന്നത്? സ്വന്തം തെറ്റ് മറച്ചു വെച്ച് ചിലപ്പോൾ അബോർഷൻ ചെയ്യുമായിരിക്കാം, ഇല്ലായിരിക്കാം, പിന്നെ കല്യാണം കഴിക്കുന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ പെണ്ണ് ചെയ്യുന്ന ഒരു വലിയ പ്രവൃത്തിയല്ല. മാത്രമല്ല, കെട്ടാൻ പോകുന്ന വ്യക്തിയോട് തുറന്നു പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ആ പെണ്ണ് തെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയാണ് എത്രയോ സ്ത്രീകൾ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ ഞാൻ അവരാരും പൂഴ്ത്തി പറയുകയോ ജസ്റ്റിഫൈയോ ചെയ്യല്ല. ഓക്കെ, നമ്മൾ കല്യാണം പറഞ്ഞോ നമ്മൾ ശരിക്കും പറഞ്ഞ കല്യാണത്തിന് മുമ്പ് നമ്മുടെ ഒരു പാർട്ട്ണറുടെ ഭാവി ആക്ച്വലി ചകഞ്ഞു നോക്കുന്ന ഒരു നല്ല സ്വഭാവം ആരുടെ നല്ല സ്വഭാവം അല്ല, അൺലെസ് ആ വ്യക്തി എന്തൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഒരു പശ്ചാത്തപിച്ച് നല്ല ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കുന്ന സമയം മുതലുള്ള ജീവിതം നോക്കിയാൽ മതി. അതിന് പിന്നിലോട്ട് നോക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, തീർച്ചയായിട്ടും. എന്റെ ഒരു ഇത് പറഞ്ഞത്, ഞാൻ ഈ പറഞ്ഞ അബോർഷനെ ഗ്ലോറിഫൈ ചെയ്തോണ്ടല്ല പറഞ്ഞത്. ഇപ്പൊ നമ്മളിങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്ന ഒരു കുട്ടീനെ മാരി ചെയ്യാൻ നമ്മൾ എത്ര ആണുങ്ങളെ നമ്മൾ പ്രിപ്പയർ ആക്കുന്നുണ്ട് എന്നുള്ളതും കൂടിയായിരുന്നു എന്റെ ഒരു ചോദ്യം. അതൊരു നല്ല ചോദ്യം തന്നെയാണ്. ഡെഫിനറ്റ്ലി അതൊരു നല്ല കാര്യമാണ്. അത് അതായത് നമ്മളെപ്പോഴും അഡ്വൈസും ഇതും കൊടുക്കുന്നത് തീർച്ചയായിട്ടും പെൺകുട്ടികൾക്ക് അഡ്വൈസ് കൊടുക്കും. എന്തുകൊണ്ട് ആൺകുട്ടികൾക്ക് അഡ്വൈസ് കൊടുക്കും? ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പെൺകുട്ടി കഴിഞ്ഞാൽ അവളെ നമുക്ക് എങ്ങനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും, അല്ലെ അവരെ എങ്ങനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ ഒരു ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രബോധനം നമ്മൾക്ക് ആൺകുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അതും ഒരു നല്ല ഓപ്ഷൻ അല്ലേ എന്നുള്ളതും കൂടിയായിരുന്നു എന്റെ ചോദ്യം. അതൊരു നല്ല ഓപ്ഷൻ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഓക്കെ, അത് ഡെഫിനറ്റ്ലി നമ്മൾ ഇതൊരു ആരും ഏരിയയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടില്ല. പക്ഷെ താങ്കൾ പറഞ്ഞൊരു കാര്യം വളരെ നല്ല സജഷൻ തന്നെയാണ്. അതൊരു ബോധവൽക്കരണം നമ്മൾ ചിലപ്പം പതുക്കെ കൊടുക്കേണ്ടതാണ്. ഓക്കെ, അത് ശരിയാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും? ഇല്ല, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഫോർ ആക്ടിന്റെ ആ വീഡിയോ അതൊരു ഷോർട്ട് എക്സ്പ്ലനേഷൻ അല്ല, അതൊരു ലോങ് സമ്മറിയാണ് ഓൺ കോൺട്രസെപ്ഷൻ. അത് ദയവായി വീഡിയോ കാണുക. ഓക്കെ, എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു സെഷനിൽ അഡ്രസ് ചെയ്യാം. പിന്നെ ആഫ്റ്റർ ബർത്ത് കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നെങ്കിൽ ഭേദമാണെന്ന് ചോദിച്ചാൽ, ഓക്കെ, വളരെ നല്ല ചോദ്യമാണ്. കൊച്ചു ഉണ്ടായതിനു ശേഷം കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നതിലും ഭേദമല്ലേ കൊച്ചിനെ അബോർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം. ഓക്കെ, ചോദിച്ചത് ചോദ്യമാണ്. അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കുഞ്ഞിന് ഒരു റെസ്പോണ്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ കുഞ്ഞിന് സംസാരിക്കാനുള്ള കഴിവുള്ള ഒരു അവകാശം ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. 5 മാസമായിട്ടുള്ള കുഞ്ഞിന് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. നമ്മളെ കുഞ്ഞിനോട് പറയാണ്, എൻ്റെ കുഞ്ഞ് നീ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിന്നോട് താല്പര്യമൊന്നുമില്ല, ഞങ്ങൾ നിന്നെ ഉപേക്ഷിക്കാർക്ക് അല്ല, നിന്നെ ഞങ്ങൾ അനാഥാലയത്തിൽ വിടുമായിരിക്കാം. ഓക്കെ, അപ്പൊ നിനക്ക് 2 ഓപ്ഷനാണ് ഞാൻ തരുന്നത്. ഒന്നുകിൽ അനാഥാലയത്തിൽ പോയി നീ സഹിച്ചൊക്കെ ജീവിക്കേണ്ടി വരുമായിരിക്കാം. ഓക്കെ, രണ്ടാമത്തെ അപ്പം കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകുമായിരിക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ, ഇതൊന്നും നീ അറിയാണ്ട് ഇന്ന് തന്നെ നിന്നെ ഞാൻ കൊന്നു കളയാം. ആ കൊച്ചിന്റെ ഉത്തരം എന്തായിരിക്കും? ഉറപ്പായിട്ടും ഒരു കൊച്ചും പറയത്തില്ല എന്നെ കൊന്നോളാൻ, അല്ലേ? നമ്മൾ പറയുമോ? പറയത്തില്ല. ഓക്കെ, മാത്രമല്ല ആ കൊച്ചിനെ അങ്ങനെ കൊല്ലുന്നത് വഴി ആ കൊച്ചിനുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അനാഥാലയത്തിൽ വിട്ടാൽ പോലും അതിന് രക്ഷപ്പെടാനുള്ള 100 പോസിബിലിറ്റീസ് നമ്മൾ ഇതാക്കി കളയുന്നത്. അതുകൊണ്ട് അതൊരു വാലിഡ് ആയിട്ടുള്ള ചോദ്യമല്ല. ഉറപ്പായിട്ടും അബോർഷൻ ചെയ്തതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആ കൊച്ചിന് ജീവൻ കൊടുക്കുന്നത് തന്നെയാണ്, എത്ര സഹിച്ച് ബുദ്ധിമുട്ട് കൊച്ചു ജീവിക്കണമെങ്കിൽ പോലും. പിന്നെ ഡ്യൂറിങ് പ്രഗ്നൻസി ഡൗൺ സിൻഡ്രോം ഇസ് പോസിറ്റീവ്, വാട്ട് ഷുഡ് വി ഡു? ഓക്കെ, നല്ല ചോദ്യമാണ്. ഇപ്പൊ ഞാൻ വേറെ ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ ഉണ്ടായ ഒരു കുഞ്ഞിന് 5 വയസ്സുള്ള കൊച്ചിന് ഒരു മെന്റൽ ഇഷ്യൂ ഉണ്ടായി, നമ്മളിപ്പോ കൊച്ചിന് എന്ത് ചെയ്യും?
നമ്മൾ കൊല്ലുവോ? സെയിം ഇഷ്യൂ, ഡൗൺ സിൻഡ്രോം, മെന്റൽ ഇഷ്യൂ, വാട്ടർ ഇറ്റ് ഈസ്, സെയിം ഇഷ്യൂ എന്നിരിക്കുന്നത് നമുക്ക് കൊച്ചിനെ കൊല്ലാൻ പറ്റുമെന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ട്രീറ്റ് ചെയ്യും അല്ലേ? നമുക്ക് കൊച്ചിനോട് സ്നേഹമുണ്ട്. ആ കുഞ്ഞും അകത്തുള്ള കുഞ്ഞും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? ഒരു വ്യത്യാസമില്ല. ഓക്കെ, അപ്പൊ ആ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ടോ അതിനെ വെളിയിൽ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യണം, സ്നേഹിക്കണം, അതാണ് ചെയ്യേണ്ടത്, അല്ലാതെ കൊല്ലുകയല്ല ചെയ്യേണ്ടത്. ചാറ്റിൽ വന്ന കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു, അത് ഞാൻ അതും കൂടെ പോസ്റ്റ് ചെയ്യാം. ചാറ്റില്ല, മറ്റേ ലിങ്കില്. അതിന് കപ്പിൾ അവർ മൾട്ടിപ്പിൾ ടൈം അറ്റംപ്റ്റ്സ് IVF ചെയ്തു. ഈ കേസ് ഹസ്ബൻഡ് എബ്രോഡ് ആണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ മാരേജ് കഴിഞ്ഞ് 1 month 2 month ഒക്കെ ആകുന്നുള്ളൂ. നാച്ചുറൽ പ്രഗ്നൻസിക്ക് വെയിറ്റ് ചെയ്യുന്നതല്ലേ ശരി? ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഈ കല്യാണം കഴിഞ്ഞ് വിദേശത്തേക്ക് പോയി മാറി നിൽക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല. ഓക്കെ, നമുക്ക് ചിലപ്പോൾ ആവശ്യമായിരിക്കാം, പക്ഷേ ടെക്നിക്കലി നമ്മൾ അങ്ങനെയല്ല കല്യാണം കഴിക്കേണ്ടത്. നമ്മൾ കല്യാണം കഴിഞ്ഞാൽ കഴിവതും നമ്മൾ ഒരുമിച്ചാണ് ജീവിക്കേണ്ടത്. ഓക്കെ, മാത്രമല്ല ഇങ്ങനെ ജീവിക്കുന്ന മാറി 1 or 2 മാസം വരുന്നവരുടെ കേസിൽ പ്രഗ്നന്റ് ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, IVF ഉറപ്പായിട്ടും തെറ്റാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓക്കെ, ഉറപ്പായിട്ടും അവര് നാച്ചുറൽ പ്രഗ്നൻസി തന്നെയാണ് ട്രൈ ചെയ്യേണ്ടത്. 2 months വുമൺ ഫെർട്ടൈൽ ആകുന്നത് 1 day അല്ലേ? അല്ല, അങ്ങനെയല്ല. വുമന്റെ ഒരു മെൻസുറൽ സൈക്കിളിൽ 1 day ആണ്. ഓക്കെ, നോർമലി ഒരു 28 പീരിയഡ് സൈക്കിൾ ആയിരിക്കും, അല്ല 34 ആയിരിക്കും. അപ്പോൾ 2 months അല്ല, ഒരു സൈക്കിളിൽ 1 time ആണ്. ഓക്കെ, ഒരു മെൻസുറൽ സൈക്കിളിൽ. അപ്പം ഈ ഒരു ഓവറോൾ കോൺസെപ്റ്റ്, അതായത് മാറി താമസിക്കുന്ന കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ നല്ലൊരു കോൺസെപ്റ്റ് അല്ല. നമ്മൾ ഭാര്യയെ കൊണ്ടുപോയി അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതാണ്. ഓക്കെ, നമ്മുടെ അബ്രോഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, റേപ്പ് ചെയ്ത് ഉണ്ടായ കുട്ടികൾ, റെബേക്ക കീസ്ലിംഗ്, റോബ് മർഫി ചെയ്ത് ഉണ്ടായ കുട്ടികൾ വളരെ സന്തോഷമായിട്ട് കൊല്ലപ്സായിട്ട് ജീവിക്കുന്നു. ഞാൻ വായിക്കുവാണേ. പ്രഗ്നൻസി ഉം. ടെസ്റ്റിൽ കിട്ടിയ ബുദ്ധി വൈകല്യമോ മറ്റും ശാരീരിക പ്രശ്നം ഉണ്ടെങ്കിൽ അബോർഷൻ ചെയ്യാമോ? അത് ഓൾറെഡി നമ്മൾ ഉത്തരം പറഞ്ഞു. ഓക്കെ, പറഞ്ഞ ഉത്തരമാണ്. ബോയ് ഫ്രണ്ടിൽ നിന്ന് പ്രഗ്നന്റ് ആയ എന്നൊരു ചോദ്യം ചാറ്റിലുണ്ട്, അത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തത്. ഇമ്പോർട്ടൻറ്റ് ചോദ്യമുണ്ട്. അങ്ങനെ ആരെങ്കിലും അബോർഷന് മുതിരുന്നുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് നമുക്കുണ്ട്. ഓക്കെ, അവരെ അറിയിക്കുക. നമ്മൾ ഓൾറെഡി ഒരുപാട് കേസ് ഡീൽ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, 1-2 ചോദ്യം കൊണ്ട് വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ റൈറ്റ് ഏജ് ടു മാരി? റൈറ്റ് ഏജ് ടു മാരി, നമുക്ക് ഇന്ത്യൻ നിയമം അനുസരിച്ച് പെണ്ണുങ്ങൾക്ക് 18 വയസ്സ്, ആണുങ്ങൾക്ക് 21 വയസ്സാണ് ലീഗൽ റൈറ്റ് ഏജ് ടു മാരി. അപ്പം റൈറ്റ് ഏജ് ടു മാരി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഈ ലീഗൽ ഏജിന് ശേഷം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു കുടുംബം നോക്കാനുള്ള കപ്പാസിറ്റി, ജോലി, ആണുങ്ങളുടെ തമ്മിൽ ജോലി ഉള്ള ഏർലിയർ സ്റ്റേജിൽ മാരി ചെയ്യണം. ഓക്കെ, ഇപ്പം നമ്മളുടെ ഒരു കൾച്ചറിൽ ആണുങ്ങൾ ഒരു 25-26 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു സ്റ്റേബിൾ ആവും. അപ്പോൾ പെണ്ണുങ്ങളും കല്യാണം കഴിക്കുന്നതുകൊണ്ട് ഒരിക്കലും അവരുടെ കരിയറിന് ആരും വാല്യൂട്ട് ചെയ്യുന്നില്ല. ഷീ ക്യാൻ കണ്ടിന്യൂ ഹർ കരിയർ. ഓക്കെ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഫാമിലി ഈസ് പ്രയോറിറ്റി. അപ്പം പിന്നെ പെണ്ണുങ്ങളുടെ കാര്യത്തിലൊരു ചെറിയ ഡിഫറൻസ് ഉള്ളത്, പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ ഫെർട്ടൈൽ ബിഫോർ 30. ഓരോ 5 വർഷം കഴിയുന്നതോറും ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. ടിൽ 35 കുറച്ചും കൂടെ ഫെർട്ടിലിറ്റി കുറവായിരിക്കും. 35 to 40 കുറച്ചും കൂടെ കുറവായിരിക്കും. 40ക്ക് ശേഷം ഫെർട്ടിലിറ്റി റേറ്റ് വളരെ കുറവായിരിക്കും. അപ്പം ബിഫോർ 30 എങ്കിലും 25 വളരെ ഫെർട്ടൈൽ ആണ്. അപ്പോൾ ആ മോസ്റ്റ് ഫെർട്ടൈൽ പീരിയഡ്സിൽ മാരി ചെയ്യുന്നതാണ് പെണ്ണുങ്ങൾക്ക് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്. അപ്പോൾ ഒരു പെണ്ണുങ്ങൾ ബിറ്റ്വീൻ ഐ വുഡ് സേ ഒരു 21 to 24 ഐഡിയൽ ഏജ്. 25 ആണുങ്ങളും അറൌണ്ട് 25 to 28 ഐഡിയൽ ഏജ് ആണ്. ഓക്കെ, പിന്നെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഒന്നുമില്ല. നമ്മളെ എർലിയർ ദ ബെറ്റർ. എത്രയും നമ്മൾ സ്റ്റേബിൾ ആയി കഴിഞ്ഞ് നമുക്കൊരു കുടുംബം നോക്കാൻ പ്രാപ്തിയാകുമ്പോൾ കല്യാണം കഴിക്കുക എന്നുള്ളതാണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള കാര്യം. വേറൊരു ചോദ്യമാണ്, റേപ്പ് വിക്ടിമായ പെൺകുട്ടി പ്രഗ്നന്റ് ആയാൽ അത് അവളുടെ ആഗ്രഹത്തിനു അനുസരിച്ച് ഉണ്ടായ കുട്ടി അല്ലല്ലോ? അല്ല, അപ്പോൾ സ്വന്തം കുട്ടി എന്ന് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ ആരും ആ കുട്ടീനോട് ആ റേപ്പ് വിക്ടിമിന്റെ കൊച്ചിനെ സ്വന്തം കുട്ടിയായിട്ട് അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുന്നില്ല. ഓക്കെ, പക്ഷെ അത് സ്വന്തം കുട്ടി അല്ലെന്ന് പറഞ്ഞാൽ പോലും സ്വന്തം കുട്ടി തന്നെയാണ്. കാരണം അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെയാണ് കൊച്ചുണ്ടാകുന്നത്. അമ്മയുടെ DNA ഭാഗമായിട്ടാണ് തന്നെ ഉണ്ടാകുന്നത്. ടെക്നിക്കലി സയന്റിഫിക്കലി അമ്മയുടെ കൊച്ചു തന്നെയാണ്. പക്ഷെ അത് ആ പെൺകുട്ടിയുടെ ആഗ്രഹത്തിനല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അതിനെ കൊച്ചിനെ സ്വീകരിക്കണമെന്നില്ല, കൊച്ചിനെ അഡോപ്ഷൻ പ്ലേസ് ചെയ്യാം. അഡോപ്ഷൻ പ്ലേസ് ചെയ്തിട്ട് ആ കൊച്ചിന് ജീവൻ കൊടുക്കാവുന്നതാണ്. ഓക്കെ, പ്രഗ്നൻസിയിലൊക്കെ ഒരു ഡൗട്ട് ഉണ്ട്, സെക്സ് റിലേറ്റഡ് അല്ലാതെ മദ്യം യൂസ് ചെയ്യുന്നത് അല്ലാതെ മദ്യം യൂസേജ് ഓഫ് ആൽക്കഹോൾ. ഓക്കെ, സഭയുടെ പഠനം കള്ള് കുടിക്കുന്നത് തെറ്റാണ്, സിൻഫുൾ ആണെന്നല്ല സഭ പറയുന്നത്. ആൽക്കഹോളിസം, മദ്യപാനം തെറ്റാണ് എന്നാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ മദ്യം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമുക്ക് സാധാരണ മദ്യം ഒരു കൺട്രോൾ ചെയ്യാനായിട്ട് അറിയത്തില്ല. നമ്മളത് മദ്യപാനത്തിലേക്ക് പോകും. ഓക്കെ, അതുകൊണ്ട് ടെക്നിക്കലി സഭാ പഠനങ്ങൾ മദ്യം കുടിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ മദ്യപാനം പാപമാണ്.
പക്ഷെ അത് ഒരു യൂറോപ്യൻ കൾച്ചറിലൊക്കെ ഒരു അത്യാവശ്യം നന്നായിട്ട് ഫോളോ ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ മദ്യം അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പാപമായിട്ടില്ല, ഇറ്റ്സ് ബെറ്റർ ടു അവോയ്ഡ്, നമ്മുടെ പാപത്തിലേക്ക് പോകാതിരിക്കാനായിട്ടും നമ്മുടെ കുടുംബത്തിനും ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാനായിട്ടും. ഇത്രയുള്ള ചോദ്യങ്ങളാണ്. നമുക്കൊന്ന് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാം അല്ലെ? സ്നേഹിതാവായ ഈശോയെ, കർത്താവെ, ഞങ്ങളിപ്പോ കേട്ട കാര്യങ്ങളെല്ലാം കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ വേര് പിടിക്കാനും കർത്താവെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന് ഉന്നതങ്ങളിൽ നൽകാണ്ട്, അങ്ങയുടെ ജ്ഞാനം നൽകാണ്ട് ഞങ്ങൾ എങ്ങനെ അങ്ങയുടെ ഹിതം അറിയും? കർത്താവെ, അബോർഷനെ പറ്റിയും പ്രഗ്നൻസിയെ പറ്റിയുള്ള സത്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി കർത്താവെ അങ്ങയുടെ ഹിതത്തിനനുസരിച്ച് ആളുകളെ, ചുറ്റുമുള്ളവരെ സ്നേഹിച്ച് പരിഗണിച്ച് ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ടുള്ള വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പുതിയൊരു പ്രോ ലൈഫ് ജനറേഷൻ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാകാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യജീവന് വില കൊടുക്കുന്ന, കൾച്ചർ ഓഫ് ലൈഫ് ഫോളോ ചെയ്യുന്ന ഒരുപറ്റം പുതിയ ഒരു തലമുറയെ അങ്ങ് ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാർത്തെടുക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ പ്രാർത്ഥന മധ്യസ്ഥതയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.